അപ്പോൾ യേശു കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞു തെറ്റിപ്പോകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യം നിങ്ങൾക്കറിയില്ല. ഒന്ന് നിങ്ങൾക്ക് തിരുവെഴുത്തുകളെ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും അറിയാൻ വയ്യാത്തവരാണെന്നുള്ള അർത്ഥത്തിലല്ല, അവരതിനെ ആ രീതിയിൽ ഗ്രഹിക്കുന്നില്ല. രണ്ട്, ദൈവശക്തിയെ അവർ ഗ്രഹിക്കുന്നില്ല. ഈ രണ്ട് കാര്യങ്ങൾ ആണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത്. ഒന്ന് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നു, അതാണ് രൂപാന്തരപ്പെടുത്തുന്നത്, മറ്റൊന്നുമല്ല. എന്നാൽ ആ വചനം ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുമ്പോൾ അതിൽ നിലനിൽക്കുന്നത് അവൻ ദൈവശക്തിയെ പ്രാപിക്കുന്നത് കൊണ്ടാണ്. സോ ദൈവവചനം നമ്മിൽ ക്രിയ ചെയ്യുന്നത്, അത് പ്രായോഗികമാകുന്നത് ദൈവശക്തി കൊണ്ടാണ്. ഇല്ലെങ്കിൽ വചനം അക്ഷരമാകും. വചനം അക്ഷരമല്ലാതെ അത് പ്രയോഗത്തിലാക്കുവാൻ കഴിയുന്നത്, അക്ഷരം ആർക്കും anyone can read the Bible and understand Bible in a limited way. എന്നാൽ നാം വചനം ഉദ്ദേശിക്കുന്ന നിലയിൽ നമ്മിൽ ക്രിയ ചെയ്യണമെങ്കിൽ അതിനെന്ത് വേണം? ദൈവശക്തി വേണം. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമ്മൾ തെറ്റിപ്പോകാതിരിക്കുന്നത് എന്ന് നമ്മൾ ഗ്രഹിക്കണം. ഇവിടെ നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒരു രൂപാന്തരീകരണം നടക്കണം ഈ മീറ്റിങ്ങുകളിലൂടെ. അങ്ങനെ രൂപാന്തരീകരണം നടക്കുന്നില്ലെങ്കിൽ നമ്മുടെ മീറ്റിങ്ങിന് വന്നത്, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു മീറ്റിംഗ് നടത്തി അതിൻ്റേതായിട്ടുള്ള ഔട്ട്വേർഡായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ നടന്നിരിക്കും. പക്ഷേ ഈ മീറ്റിങ്ങിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ നമ്മൾ എന്താണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനങ്ങളുടെ രൂപാന്തരീകരണമാണ്, പങ്കെടുക്കുന്ന ആളുകളുടെ രൂപാന്തരീകരണം. ബാക്കിയൊന്നും ഒരു വിഷയമല്ല. ആര് പ്രസംഗിക്കുന്നു എന്നുള്ളതും ഈ പറയുന്ന വലിയ വിഷയമൊന്നുമല്ല. വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആര് വിതച്ചാലും വിത്ത് ശരിയല്ലെങ്കിൽ വിതച്ചതുകൊണ്ട് വല്ല ഗുണമുണ്ടാകുമോ? ഇല്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അപ്പോൾ ആര് വിതയ്ക്കുന്നു എന്നുള്ളതല്ല പ്രധാനം, എങ്ങനെയുള്ള വിത്താണ് എന്നുള്ളതാണ് പ്രധാനം. ഇന്ന് വിതയ്ക്കുന്ന ആൾക്കാണ് പ്രാധാന്യം കൂടുതൽ വരുന്നത്. അതൊരു വലിയ പ്രശ്നമാണ്. ഞാൻ 1975 സെലിബ്രൻസ് സിംഗേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ വന്നു. ഇവിടുത്തെ കോളേജുകളിലും അന്ന് വുംബ്രാണ്ടിൻ്റെ ഒരു മീറ്റിംഗ് കുമ്പനാട്ട് വെച്ച് നടക്കുന്നുണ്ടായിരുന്നു. അതിനവരാണ് പാടിയത്. അത് തന്നെയല്ല, കോളേജ് സ്റ്റുഡൻസിനിടയ്ക്ക് അവർ പല സ്ഥലങ്ങളിൽ പാട്ട് പാടാനൊക്കെ പോയി. അപ്പോൾ ഇവരുടെ കൂടെ ഒന്ന് നടക്കാനും അവരോടൊന്ന് സംസാരിക്കാനും എന്നോട് പാസ്റ്റർ കെ സി ജോൺ നിങ്ങൾക്കറിയാം, പാസ്റ്റർ കെ സി ജോൺ എന്നോട് ചോദിച്ചു, 76 സാജു, can you just join them so that you can talk to them? അവർക്ക് വർത്തമാനം പറയാൻ ആരെങ്കിലും വേണമല്ലോ. അപ്പോൾ ഇവരോടൊന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാനായിട്ട് ഇവരുടെ കൂടെ ഒന്ന്, അവരുടെ പ്രോഗ്രാമിനൊക്കെ ഒന്ന് കൂടെ പോകാമോ, ആസ് എ ഗൈഡ് ആൻഡ് ഓൾസോ ടു ടോക്ക് ടു ദം, ടു ഹാവ് എ ഫെലോഷിപ്പ്. അപ്പോൾ ഞാനത് എനിക്ക് സന്തോഷമായിരുന്നു. നമുക്ക് ആർക്കാ സന്തോഷമില്ലാത്ത ആ പ്രായത്തിൽ, കൊച്ചു പ്രായമല്ലേ. അപ്പോൾ അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു മ്യൂസിക് ടീം, ഒരു ഗ്രൂപ്പ്, അവരുടെ കൂടെ അവരുടെ ബസ്സിൽ ഒരു ബസ്സിൽ അവർ 18 പേരുണ്ട്. ഈ 18 പേരും ഒരു ബസ്സിലാണ്. അപ്പോൾ അതിനകത്ത് ഞാനും കൂടെയാണ് ഇവരുടെ കൂടെ പോകുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ഡയറക്ടർ ഒരു ജോൺ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ ജോൺ എന്നെ ഒത്തിരി സ്വാധീനിച്ചു. ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഭക്ഷണം കഴിക്കുന്നു. ഈ 18 പേരും കൂടെ ഒരുമിച്ച്, ഞാനും കൂടെ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നത്. അപ്പോൾ ജോൺ എന്നെ സ്വാധീനിക്കാനുള്ള ഒരു കാരണം, ഭയങ്കര പങ്ക്ച്വലാണ് ജോൺ. 6:15 വണ്ടി വിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6:15 ആകുമ്പോൾ ജോൺ വണ്ടിയെ കയറും. ആരൊക്കെ കയറിയിട്ടുണ്ടെന്ന് നോക്കത്ത് പോലുമില്ല, വണ്ടി പോയിരിക്കും. പിന്നെ ആരെങ്കിലും പുറകിൽ കാണാൻ നിൽപ്പുണ്ടെങ്കിൽ അവർ വേറെ കാർ പിടിച്ചു വല്ലതും വന്നോണം. അങ്ങനെ സ്ട്രിക്റ്റാണ്. എന്നാൽ ജോണ് കുമ്പനാട് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ ഒരു വാചകം എന്നെ ഒത്തിരി സ്വാധീനിച്ചു. ഇപ്പോഴും ഞാനതെപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത്,
ഞാനിവിടെ നിങ്ങൾ തേങ്ങ പൊതിക്കുന്നത് കണ്ടു. അദ്ദേഹം ചോദിച്ചത്, തേങ്ങ പൊതിച്ചിട്ട് നിങ്ങൾ തേങ്ങയാണോ എടുക്കുന്നത്, തൊണ്ടാണോ എടുക്കുന്നത്? തൊണ്ട് നിങ്ങൾ വലിച്ചെറിയും, തേങ്ങ ഉപയോഗിക്കും. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മലയാളി രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു പഴം ഒരാൾക്ക് കൊടുത്താൽ ആ പഴത്തിൻ്റെ ഔട്ടർ സ്കിന്ന് നമ്മൾ പൊളിച്ചെടുക്കും. ആരെങ്കിലും ഈ ഔട്ടർ സ്കിൻ തിന്നേച്ച് പഴം എറിഞ്ഞു കളയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാര്യം ഇത് പഴത്തെ പൊതിഞ്ഞു വച്ചിരിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. ജോൺ പറഞ്ഞ കാര്യം, ഞങ്ങൾ യേശുവിൻ്റെ ഒരു ഔട്ടർ സ്കിന്നാണ്. യേശുവിനെ വഹിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. നിങ്ങൾ ഈ ഔട്ടർ സ്കിൻ പൊളിച്ചെറിഞ്ഞു കളാ, യേശുവിനെ എടുക്ക്. കാര്യം ഔട്ടർ സ്കിന്നിന് ഈ പറയുന്ന പ്രാധാന്യമൊന്നുമില്ല. ഇത് ചില ആളുകളൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ ജന്മത്തിൽ മറക്കത്തില്ല. അതുപോലെ ജോൺ പറഞ്ഞ കാര്യം ഞാൻ മറന്നിട്ടില്ല. ഇതുപോലെ ചില ആളുകൾ പറഞ്ഞ കാര്യം ചില്ലറ വാക്കുകളായിരിക്കും. ഒരിക്കൽ കാനവച്ചൻ പറഞ്ഞൊരു വാചകം എൻ്റെ മനസ്സിൽ ഇപ്പോഴും മാറാതെ പോയിട്ടുണ്ട്. മേ ബി 42 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം പറഞ്ഞു. 42-43 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, വിശുദ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ നീ അശുദ്ധിയെ വിട്ടുകളഞ്ഞത് എന്തിന്? ഒരു ചാട്ടുളി പോലെ എൻ്റെ ഹൃദയത്തിൽ കടന്ന ഒരു വാക്കാണ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫോർ ഹോളിനെസ്, വൈ യു ഡിനൈഡ് റിനൗൺസ്ഡ് അൺഹോളിനെസ്? അന്ന് തൊട്ട് ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചൊരു കാര്യമുണ്ട്, എടാ ഞാൻ എന്തിനാണ് അശുദ്ധിയെ കളഞ്ഞ് ഇവിടെ വന്നത്? ഒരു വിശുദ്ധ ജീവിതത്തിനാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ലക്ഷ്യം മുഴുവൻ അതാ, എ ഹോളി ലൈഫ്. അല്ലാതെ എനിക്ക് വേറെ എന്ത് ലക്ഷ്യത്തിലാണ് ഞാൻ വന്നത്? ഒരു ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല. ഞാൻ കർത്താവിൻ്റെ അടുത്തേക്ക് വന്നത് എൻ്റെ മാറാരോഗം സൗഖ്യമായതുകൊണ്ടൊന്നും അല്ല. അങ്ങനെ ഞാനൊരു മാറാരോഗിയൊന്നും അല്ലായിരുന്നു. ഞാൻ കർത്താവിനെ കണ്ടുമുട്ടിയത് കടം കയറി മുടിഞ്ഞപ്പോഴും അല്ല. എൻ്റെ ജീവിതത്തിൽ കടം വാങ്ങിച്ചാൽ ഞാൻ ഓർക്കുന്ന പോലുമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിൻ്റെ പിന്നാലെ വന്നത് എന്തെങ്കിലും നേടാൻ വേണ്ടിയല്ല. എനിക്കൊരു വിശുദ്ധ ജീവിതം അസാധ്യമായിരുന്നു. കർത്താവ് എനിക്കൊരു വിശുദ്ധ ജീവിതം തരാമെന്ന് പ്രോമിസ് ചെയ്തുകൊണ്ട് ഞാൻ വന്നതാണ്. അപ്പോൾ പിന്നെ എൻ്റെ ലക്ഷ്യം മുഴുവൻ എന്താണ്? വിശുദ്ധ ജീവിതം, വേറെ ഒന്നുമില്ല. എനിക്ക് രോഗവും വിഷയമല്ല, പണവും വിഷയമല്ല, ഒരു കാര്യവും വിഷയമല്ല. ലോകത്തിലെ ഒരു കാര്യവും എനിക്ക് വിഷയമല്ല. എനിക്ക് വിഷയം കാര്യം എനിക്ക് കഴിയാതിരുന്നത് അതാണ്. ഇപ്പോൾ രോഗസൗഖ്യമാക്കാനായിട്ട് വേണമെങ്കിൽ ഡോക്ടർക്ക് പറ്റും. എനിക്കൊരു കാറ് വാങ്ങിക്കണമെങ്കിൽ ഒരു ബാങ്കുകാരൻ പുറകെ നടക്കുക ലോൺ എടുക്കാൻ പറഞ്ഞുകൊണ്ട്, ഇല്ലേ? അതിനിപ്പോൾ യേശുവിൻ്റെ പിന്നാലെ പോയില്ലെങ്കിൽ ഒരു കാറൊക്കെ കിട്ടും. ജോലി കിട്ടണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ പറയും, കർത്താവ് എനിക്കൊരു ജോലി തന്നു, സമ്മതിച്ചെന്നേ. പക്ഷേ യൂസഫ് അലി നിശ്ചയിച്ചാൽ നിങ്ങൾക്കല്ല 1000 പേർക്ക് വേണം ജോലി കൊടുക്കാം, ഇല്ലേ? അപ്പം ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, യേശുവിന് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്, യേശുവിന് മാത്രം ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. യേശുവിന് രോഗസൗഖ്യമാക്കാൻ പറ്റും, യേശുവിന് കടം വീട്ടാൻ പറ്റും, യേശുവിന് ജോലി തരാൻ പറ്റും. പക്ഷേ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന വേറെ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാൽ ഇവർക്ക് ആർക്കും ഒരു വിശുദ്ധ ജീവിതം തരാൻ പറ്റത്തില്ല. അത് യേശുവിന് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ യേശുവിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അല്ല യേശുവിൻ്റെ പുറകെ പോകേണ്ടത്. യേശുവിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി യേശുവിനെ അനുഗമിക്കണം. ഹല്ലേലൂയ. ഇവിടെ ഈ ജോൺ പറഞ്ഞ ഈ വാചകം എന്നെ ഒത്തിരി അങ്ങ് സ്വാധീനിച്ചു. ജോൺ പറഞ്ഞത്, ഞാനൊരു ഔട്ടർ സ്കിൻ മാത്രമാണ്, നിങ്ങൾ എന്നെ വലിച്ചെറിയ, എന്നിട്ട് യേശുവിനെ എടുക്കുക. അന്ന് മുതൽ എന്നെ സ്വാധീനിച്ച, ഞാൻ പറഞ്ഞത് ഇറ്റ് വാസ് ഇൻ 1976. ഒന്ന് ആലോചിച്ച് നോക്കി, എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷേ ഇന്നും മായാതെ എൻ്റെ മനസ്സിൽ നിൽപ്പുണ്ട്. ഞാൻ എപ്പോഴും ഏത് മീറ്റിങ്ങിന് പോകുമ്പോഴും ഞാൻ എന്നോട് തന്നെ പറയും, ഞാനൊരു പഴത്തൊലിയാ. പറഞ്ഞ് മനസ്സിലാക്കണം, ഞാനൊരു പഴത്തൊലിയാ. പഴത്തൊലി കൊടുക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്, യേശുവിനെ നൽകാനാണ്. അപ്പോൾ യേശുവിനെ എടുത്തേച്ച് നിങ്ങൾ എന്നെ വലിച്ചെറിഞ്ഞു, അതാണ് നമ്മൾ ഓർക്കേണ്ടത്. പക്ഷേ ഇന്നത്തെ പ്രശ്നം, പഴത്തൊലിയാ മുന്നൽ. പ്രസംഗിക്കുന്ന ആളാണ് മുന്നിൽ നിൽക്കുന്നത്. പ്രസംഗിക്കുന്ന ആളുകൾ, പാട്ട് പാടുന്ന ആളുകൾ, അവരെ പ്രൊജക്റ്റ് ചെയ്താണ്, അവരെ കേന്ദ്രീകരിച്ചാണ് മുഴുവൻ മീറ്റിങ്ങുകളും. ഞാൻ പറയുന്നത് ഗ്രഹിക്കുന്നുണ്ടല്ലോ? ഇന്ന് എവിടെ നോക്കിയാലും പ്രസംഗകരും പ്രവാചകന്മാരും അവരെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അവരെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരവസ്ഥ. പ്രിയമുള്ളവരെ, അതൊരു ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ അല്ല.
ഞാൻ പ്രാർത്ഥിച്ച ഒരാൾ രോഗം സൗഖ്യമായാൽ, ഞാൻ പ്രാർത്ഥിച്ച ഒത്തിരി പേര്, 1-2 പേരൊന്നും അല്ല, ഇഷ്ടംപോലെ ആളുകൾ സൗഖ്യമായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതിനകത്തൊരു ഘടകമേ അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആരാണ് സൗഖ്യമാക്കിയത്? യേശു. പിന്നെ എനിക്ക് തന്നെ ഇതിനകത്ത് പുകഴാനുള്ളത്? ഞാനെന്തിനാ അവരെ വിളിച്ച് ടി വിയിൽ സാക്ഷ്യം പറയിക്കുന്നത്? ഞാനത് ചെയ്യുമ്പോൾ വേദപുസ്തകത്തിന് വിപരീതമായി ഞാൻ പ്രവർത്തിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളോ ഞാനല്ലല്ലോ ചെയ്തത്. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കണം. പത്രോസും യോഹന്നാനും എന്ത് ചെയ്യുന്നു? കാല് മുടന്തനായ വ്യക്തിയെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കി. അവൻ നടന്നും തുള്ളിയും കൊണ്ട് ദേവാലയത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ ആളുകളെല്ലാം കൂടെ വന്ന്, ആരാടാ നിന്നെ സൗഖ്യമാക്കിയത്? അവൻ പറഞ്ഞു, ദേ. അവ എല്ലാവരും കൂടെ പത്രോസിനെയും യോഹന്നാനെയും നോക്കി. പത്രോസും യോഹന്നാനും കോളറൊക്കെ അങ്ങോട്ട് പിടിച്ച, ദൈവത്തിൻ്റെ കരുണയാൽ ഞങ്ങൾ മുഖാന്തിരം എന്ന് വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. അവർ ചോദിക്കുന്നത്, നിങ്ങളെന്തോ ഞങ്ങളെ ഇങ്ങനെ തുളിച്ചു നോക്കുന്നത്? നിങ്ങൾ വായിച്ചു നോക്കണം, പോയി വായിച്ചു നോക്കണം. നിങ്ങളെന്തോ ഞങ്ങളെ ഇങ്ങനെ തുളിച്ചു നോക്കുന്നത്? ഇത് ഏതാണ്ട് ഞങ്ങൾ ഏതാണ്ട് ചെയ്തതുപോലെ. ഞാൻ ബേസിക്കലി ഐ എം എ ജേർണലിസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ഈ വേർഡിങ്സ് ഒക്കെ എന്താ നമുക്ക് മനസ്സിലാക്കുന്ന ഭാഷയിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, why you are staring at us as if it is because of our power or piety that we have done this? ഞങ്ങളുടെ ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഞങ്ങൾ ഇത് നിർവഹിച്ചു എന്ന രീതിയിൽ നിങ്ങൾ എന്താണ് ഞങ്ങളെ നോക്കുന്നത്? പത്രോസും യോഹന്നാനും പറയുന്ന കാര്യമാണ്. 2 കാര്യങ്ങളാണ്. ഞങ്ങളുടെ ശക്തി കൊണ്ടോ അല്ലെങ്കിൽ ഭക്തി കൊണ്ടോ. ചില ആളുകൾ പറയും, എന്നാലും ബ്രദറെ അതുപോലൊക്കെ ജീവിച്ചാലല്ല അത്ഭുതം നടക്കത്തുള്ളൂ. അങ്ങനൊന്നും വേണമെന്നൊന്നുമില്ല. അത്ഭുതമൊക്കെ അധർമ്മികളും ചെയ്യും. അങ്ങനെയല്ലേ വേദോസം പറയുന്നത്? കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ വീര്യപ്രവർത്തികൾ ചെയ്തു. കർത്താവ് പറഞ്ഞു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകും. അപ്പോൾ അധർമ്മം പ്രവർത്തിച്ചിട്ടും ഇവനൊക്കെ എന്തോ ചെയ്തു? അത്ഭുതം ചെയ്തു. അപ്പോൾ അത്ഭുതം ചെയ്യുന്നവൻ്റെ ഒന്നും പുറകെ പോകേണ്ട ഒരു കാര്യവുമില്ല. യേശുവിൻ്റെ പിന്നാലെ പോകാൻ നോക്ക്. ഈ അധർമ്മം പ്രവർത്തിക്കുന്നവരാ പലപ്പോഴും അവരെ തന്നെ പ്രൊജക്റ്റ് ചെയ്യുന്ന കാര്യം. അത് തന്നെ അധർമ്മമാണ്. എന്നെ പൊക്കിക്കൊണ്ട് ഞാൻ നടന്നാൽ അത് അധർമ്മമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. എന്തെങ്കിലുമൊക്കെ ചെയ്തേച്ച്, ചെയ്യാനുള്ളത് ചെയ്തേച്ച് വീട്ടിലെങ്ങാനും പോയിരിക്കും. നമ്മളൊരു പഴത്തൊലി ആയാൽ മതി, ആളുകൾ എടുത്ത് എറിയട്ടെന്ന്. യേശുവിനെ എടുക്കട്ടെ, എന്നിട്ട് ഔട്ടർ സ്കിൻ എടുത്ത് കളയട്ടെ. ഈ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഞാനിത് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ എപ്പോഴും ചോദിക്കുക, എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ ആഫ്രിക്കക്കാരുടെ ഇടയ്ക്കല്ലേ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ പാവങ്ങളാണ്, അവരോട് 10 പ്രാവശ്യം ഇത് ചോദിച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങ് ചോദിക്കും അറിയാതെ. പിന്നെ ഇവിടെ എല്ലാവർക്കും അങ്ങ് അറിയാമെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് ചോദിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഒന്നുകൂടെ ഒന്ന് ആലോചിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് പോസ് ചെയ്യുന്നതായിട്ട് ചിന്തിച്ചാൽ മതി. എന്താണ് നമ്മൾ പറയുന്നത്? ശരിയല്ലേ? കാര്യം നമ്മളൊക്കെ ഇതുപോലെയുള്ള ആൾ ദൈവങ്ങളുടെ അനുയായികളായി പോകുമ്പോൾ വേദപുസ്തകത്തിൻ്റെ ഉപദേശങ്ങൾക്ക് വിരുദ്ധമായി നമ്മൾ പ്രവർത്തിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം. ആൾ ദൈവങ്ങളല്ല ഈ കാലയളവിൽ ആവശ്യം, ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് ആവശ്യം. കാര്യം അതാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. അതുകൊണ്ട് YMCയുടെ ഈ ക്യാമ്പ്, ഈ കൺവെൻഷൻ അല്ലെങ്കിൽ വേദപഠനം കഴിയുമ്പോൾ ഇതുകൊണ്ട് മാത്രമല്ല, നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളെ രൂപാന്തരപ്പെടുത്തണം. ഞാനല്ല രൂപാന്തരപ്പെടുത്തുന്നത്, വചനമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കേൾക്കുന്ന വചനത്തെ എടുത്തിട്ട് എന്നെ എറിഞ്ഞു കളഞ്ഞേര്, ഒരു പ്രശ്നമില്ല. ഒരു വ്യക്തിയെയും പ്രൊജക്റ്റ് ചെയ്യാൻ ദൈവം ഉദ്ദേശിക്കുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. വ്യക്തിയെ സ്നേഹിച്ചു, പക്ഷെ പ്രൊജക്റ്റ് ചെയ്യരുത്. നമ്മളോട് ദൈവവചനം പറയുന്നവരോട് നമുക്കൊരു സ്നേഹം ഉണ്ടാവും അല്ലേ? അതിപ്പോൾ കുറ്റം പറയാൻ പറ്റത്തൊന്നുമില്ല. നമ്മളോട് ദൈവം മാത്രമായിരിക്കണം. ആരെ മാത്രമായിരിക്കണം? യേശുവിനെ മാത്രം. കാര്യം അവർ വെറും ഉപകരണങ്ങളാണ്. അതുകൊണ്ടാണ് പത്രോസും യോഹന്നാനും പറയുന്നത്, ഞങ്ങളെ എന്താ, വൈ യു ആർ സ്റ്റെയറിങ് അറ്റ് അസ് ആസ് ഇഫ് ഇറ്റ് ഈസ് വിത്ത് അവർ പവർ ഓർ പയറ്റി. രണ്ടും കൂടെ പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇറ്റ് ഈസ് നോട്ട് ഈവൻ പവർ, ഞങ്ങളുടെ ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ. അപ്പോൾ എൻ്റെ ഭക്തി കൊണ്ട് പോലും എനിക്കൊരു അത്ഭുതം ചെയ്യാൻ കഴിയില്ല.
അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ഓൾ ഗോഡ്സ് ഗ്രേസ്. ദൈവത്തിൻ്റെ കൃപയല്ലാതെ വേറെ ഒന്നുമില്ല. ആരോടുള്ള കൃപ? എന്നോടുള്ള കൃപയല്ല. ആരോടുള്ള കൃപയാ? ആ ആവശ്യത്തിലിരിക്കുന്ന വ്യക്തിയോടുള്ള കൃപയാ, അല്ലാതെ എന്നോടുള്ള കൃപയൊന്നുമല്ല. ഞാൻ മുഖേന ഒരു രോഗി സൗഖ്യമായി കഴിഞ്ഞാൽ അത് എന്നോടുള്ള ദൈവകൃപയല്ല. ആരോടുള്ള കൃപയാ? ആ സൗഖ്യമായ വ്യക്തിയോടുള്ള കൃപയാ. ഒറീസയിൽ ഞാൻ പ്രാർത്ഥനയിൽ സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ചർച്ച ആ വനത്തിനകത്തുള്ള ചർച്ച. അപ്പോൾ ഒരു ദിവസം ഒരു സ്ത്രീയെയും എടുത്തോണ്ട് ആ ചർച്ചിലെ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നു. അപ്പം പറഞ്ഞു പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നതാണ്. അപ്പം ഞാൻ ഓൾമോസ്റ്റ് ഈ സ്ത്രീ മരിച്ചാണോ എന്ന് തന്നെ എനിക്ക് സംശയം. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ മാനുഷിക ബുദ്ധി പറഞ്ഞു, നിങ്ങളിതിനെ ആശുപത്രി കൊണ്ടുപോകും, കാശ് ഞാൻ തരാം. അവർ പറഞ്ഞ്, ഞങ്ങൾ കാശ് വാങ്ങിക്കാൻ വന്നതല്ല പാസ, ഞങ്ങൾ വന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. അപ്പം എൻ്റെ മനസ്സിൽ എൻ്റെ ചിന്ത, ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വല്ല ഗുണമുണ്ടോ? കാര്യം ഇത് മിക്കവാറും ചാകും. അപ്പം ഞാൻ പെട്ടെന്ന് അകത്ത് പോയിട്ട് കുറച്ച് ഗ്ലൂക്കോസ് വെള്ളം കലക്കിയിട്ട് പറഞ്ഞു വെള്ളം കൊടുക്കാൻ പറഞ്ഞു. വെള്ളം കൊടുത്തപ്പോൾ വെള്ളം ഇറങ്ങുന്നില്ല. അതായത് സ്പൂണിൽ വെള്ളം കോരി കൊടുത്തിട്ട് വെള്ളം ഇറങ്ങുന്നില്ല. അപ്പം ഞാൻ മിക്കവാറും തീരുമാനിച്ചു ഇത് പോയി. അപ്പോൾ എൻ്റെ പ്രശ്നം, ഞങ്ങൾക്ക് അന്ന് സഭ അവിടെ തുടങ്ങിയതേ ഉള്ളൂ, അവിടെ സെമിട്രി ഇല്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന്, എൻ്റെ ദൈവമേ ഇതെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ എവിടെ കൊണ്ട് അടക്കും? അതുപോലെ കൊടുത്തു. കംപ്ലീറ്റ് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇതാണ്, എവിടെ കൊണ്ട് അടക്കും? കുറിവാക്യം എന്ന് പറയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികയാലല്ലയോ തെറ്റിപ്പോകുന്നത്. അപ്പോൾ യേശു കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞു തെറ്റിപ്പോകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാര്യം നിങ്ങൾക്കറിയില്ല. ഒന്ന് നിങ്ങൾക്ക് തിരുവെഴുത്തുകളെ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും അറിയാൻ വയ്യാത്തവരാണെന്നുള്ള അർത്ഥത്തിലല്ല, അവരതിനെ ആ രീതിയിൽ ഗ്രഹിക്കുന്നില്ല. 2, ദൈവശക്തിയെ അവർ ഗ്രഹിക്കുന്നില്ല. ഈ 2 കാര്യങ്ങൾ ആണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത്. ഒന്ന് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നു, അതാണ് രൂപാന്തരപ്പെടുത്തുന്നത്, മറ്റൊന്നുമല്ല. എന്നാൽ ആ വചനം ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുമ്പോൾ അതിൽ നിലനിൽക്കുന്നത് അവൻ ദൈവശക്തിയെ പ്രാപിക്കുന്നത് കൊണ്ടാണ്. സോ ദൈവവചനം നമ്മിൽ ക്രിയ ചെയ്യുന്നത്, അത് പ്രായോഗികമാകുന്നത് ദൈവശക്തി കൊണ്ടാണ്. ഇല്ലെങ്കിൽ വചനം അക്ഷരമാകും. വചനം അക്ഷരമല്ലാതെ അത് പ്രയോഗത്തിലാക്കുവാൻ കഴിയുന്നത്, അക്ഷരം ആർക്കും anyone can read the Bible and understand Bible in a limited way. എന്നാൽ നാം വചനം ഉദ്ദേശിക്കുന്ന നിലയിൽ നമ്മിൽ ക്രിയ ചെയ്യണമെങ്കിൽ അതിനെന്ത് വേണം? ദൈവശക്തി വേണം. അപ്പോൾ ഇത് 2ഉം കൂടെ ചേരുമ്പോഴാണ് നമ്മൾ തെറ്റിപ്പോകാതിരിക്കുന്നത് എന്ന് നമ്മൾ ഗ്രഹിക്കണം. ഇവിടെ നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒരു രൂപാന്തരീകരണം നടക്കണം ഈ മീറ്റിങ്ങുകളിലൂടെ.
അങ്ങനെ രൂപാന്തരീകരണം നടക്കുന്നില്ലെങ്കിൽ നമ്മുടെ മീറ്റിങ്ങിന് വന്നത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു മീറ്റിംഗ് നടത്തി അതിൻ്റേതായിട്ടുള്ള ഔട്ട്വേർഡായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ നടന്നിരിക്കും. പക്ഷേ ഈ മീറ്റിങ്ങിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ നമ്മൾ എന്താണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ രൂപാന്തരീകരണമാണ്, പങ്കെടുക്കുന്ന ആളുകളുടെ രൂപാന്തരീകരണം. ബാക്കിയൊന്നും ഒരു വിഷയമല്ല. ആര് പ്രസംഗിക്കുന്നു എന്നുള്ളതും ഈ പറയുന്ന വലിയ വിഷയമൊന്നുമല്ല. വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആര് വിതച്ചാലും വിത്ത് ശരിയല്ലെങ്കിൽ വിതച്ചതുകൊണ്ട് വല്ല ഗുണവും ഉണ്ടാകുമോ? ഇല്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം. അപ്പം ആര് വിതയ്ക്കുന്നു എന്നുള്ളതല്ല പ്രധാനം, എങ്ങനെയുള്ള വിത്താണ് എന്നുള്ളതാണ് പ്രധാനം. ഇന്ന് വിതയ്ക്കുന്ന ആൾക്കാണ് പ്രാധാന്യം കൂടുതൽ വരുന്നത്. അതൊരു വലിയ പ്രശ്നമാണ്. ഞാൻ 75 1975 സെലിബ്രൻസ് സിംഗേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ വന്നു. ഇവിടുത്തെ കോളേജുകളിലും അന്ന് വുംബ്രാണ്ടിൻ്റെ ഒരു മീറ്റിംഗ് കുമ്പനാട്ട് വെച്ച് നടക്കുന്നുണ്ടായിരുന്നു. അതിനവരാ പാടിയത്. അത് തന്നെയല്ല, കോളേജ് സ്റ്റുഡൻസിനിടയ്ക്ക് അവർ പല സ്ഥലങ്ങളിൽ പാട്ട് പാടാനൊക്കെ പോയി. അപ്പോൾ ഇവരുടെ കൂടെ ഒന്ന് നടക്കാനും അവരോടൊന്ന് സംസാരിക്കാനും എന്നോട് പാസ്റ്റർ കെ സി ജോൺ നിങ്ങൾക്കറിയാം, പാസ്റ്റർ കെ സി ജോൺ എന്നോട് ചോദിച്ചു 76 സാജു, can you just join them so that you can talk to them? അവർക്ക് വർത്തമാനം പറയാൻ ആരെങ്കിലും വേണമല്ലോ. അപ്പോൾ ഇവരോടൊന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാനായിട്ട് ഇവരുടെ കൂടെ ഒന്ന് അവരുടെ പ്രോഗ്രാമിലൊക്കെ ഒന്ന് കൂടെ പോകാമോ, ആസ് എ ഗൈഡ് ആൻഡ് ഓൾസോ ടു ടോക്ക് ടു ദം, ടു ഹാവ് എ ഫെലോഷിപ്പ്. അപ്പോൾ ഞാനത് എനിക്ക് സന്തോഷമായിരുന്നു. നമുക്ക് ആർക്കാ സന്തോഷമില്ലാത്ത ആ പ്രായത്തിൽ, കൊച്ചു പ്രായമല്ലേ. അപ്പോൾ അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു മ്യൂസിക് ടീം, ഒരു ഗ്രൂപ്പ്, അവരുടെ കൂടെ അവരുടെ ബസ്സിൽ ഒരു ബസ്സിൽ അവർ 18 പേരുണ്ട്. ഈ 18 പേരും ഒരു ബസ്സിലാണ്. അപ്പോൾ അതിനകത്ത് ഞാനും കൂടെയാണ് ഇവരുടെ കൂടെ പോകുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ഡയറക്ടർ ഒരു ജോൺ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ ജോൺ എന്നെ ഒത്തിരി സ്വാധീനിച്ചു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഈ 18 പേരും കൂടെ ഒരുമിച്ച്, ഞാനും കൂടെ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നത്. അപ്പോൾ ജോൺ എന്നെ സ്വാധീനിക്കാനുള്ള ഒരു കാരണം, ഭയങ്കര പങ്ക്ച്വലാണ് ജോൺ. 6:15 വണ്ടി വിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6:15 ആകുമ്പോൾ ജോൺ വണ്ടിയെ കയറും. ആരൊക്കെ കയറിയിട്ടുണ്ടെന്ന് നോക്കത്ത് പോലുമില്ല, വണ്ടി പോയിരിക്കും. പിന്നെ ആരെങ്കിലും പുറകിൽ കാണാൻ നിൽപ്പുണ്ടെങ്കിൽ അവർ വേറെ കാർ പിടിച്ചു വല്ലതും വന്നോണം. അങ്ങനെ സ്ട്രിക്റ്റാണ്. എന്നാൽ ജോണ് കുമ്പനാട് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ ഒരു വാചകം എന്നെ ഒത്തിരി സ്വാധീനിച്ചു. ഇപ്പോഴും ഞാനതെപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാനിവിടെ നിങ്ങൾ തേങ്ങ പൊതിക്കുന്നത് കണ്ടു. അദ്ദേഹം ചോദിച്ചത്, തേങ്ങ പൊതിച്ചിട്ട് നിങ്ങൾ തേങ്ങയാണോ എടുക്കുന്നത്, തൊണ്ടാണോ എടുക്കുന്നത്? തൊണ്ട് നിങ്ങൾ വലിച്ചെറിയും, തേങ്ങ ഉപയോഗിക്കും. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മലയാളി രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു പഴം ഒരാൾക്ക് കൊടുത്താൽ ആ പഴത്തിൻ്റെ ഔട്ടർ സ്കിന്ന് നമ്മൾ പൊളിച്ചെടുക്കും. ആരെങ്കിലും ഈ ഔട്ടർ സ്കിൻ തിന്നേച്ച് പഴം എറിഞ്ഞു കളയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാര്യം ഇത് പഴത്തെ പൊതിഞ്ഞു വച്ചിരിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. ജോൺ പറഞ്ഞ കാര്യം, ഞങ്ങൾ യേശുവിൻ്റെ ഒരു ഔട്ടർ സ്കിന്നാണ്. യേശുവിനെ വഹിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. നിങ്ങൾ ഈ ഔട്ടർ സ്കിൻ പൊളിച്ചെറിഞ്ഞുകളാ, യേശുവിനെ എടുക്ക. കാര്യം ഔട്ടർ സ്കിന്നിന് ഈ പറയുന്ന പ്രാധാന്യമൊന്നുമില്ല. ഇത് ചില ആളുകളൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ ജന്മത്തിൽ മറക്കത്തില്ല. അതുപോലെ ജോൺ പറഞ്ഞ കാര്യം ഞാൻ മറന്നിട്ടില്ല. ഇതുപോലെ ചില ആളുകൾ പറഞ്ഞ കാര്യം ചില്ലറ വാക്കുകളായിരിക്കും. ഒരിക്കൽ കാനവച്ചൻ പറഞ്ഞൊരു വാചകം എൻ്റെ മനസ്സിൽ ഇപ്പോഴും മാറാതെ പോയിട്ടുണ്ട്. മേ ബി 42 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം പറഞ്ഞു, 42-43 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. വിശുദ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ നീ അശുദ്ധിയെ വിട്ടുകളഞ്ഞത് എന്തിന്? ഒരു ചാട്ടുളി പോലെ എൻ്റെ ഹൃദയത്തിൽ കടന്ന ഒരു വാക്കാണ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫോർ ഹോളിനെസ്, വൈ യു റിനൗൺസ്ഡ് അൺഹോളിനെസ്. അന്ന് തൊട്ട് ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചൊരു കാര്യമുണ്ട്.
എടാ, ഞാൻ എന്തിനാണ് അശുദ്ധിയെ കളഞ്ഞ് ഇവിടെ വന്നത്? ഒരു വിശുദ്ധ ജീവിതത്തിനാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ലക്ഷ്യം മുഴുവൻ അതാ, എ ഹോളി ലൈഫ്. അല്ലാതെ എനിക്ക് വേറെ എന്ത് ലക്ഷ്യത്തിലാണ് ഞാൻ വന്നത്? ഒരു ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല. ഞാൻ കർത്താവിൻ്റെ അടുത്തേക്ക് വന്നത് എൻ്റെ മാറാരോഗം സൗഖ്യമായതുകൊണ്ടൊന്നും അല്ല. അങ്ങനെ ഞാനൊരു മാറാരോഗിയൊന്നും അല്ലായിരുന്നു. ഞാൻ കർത്താവിനെ കണ്ടുമുട്ടിയത് കടം കയറി മുടിഞ്ഞപ്പോഴും അല്ല. എൻ്റെ ജീവിതത്തിൽ കടം വാങ്ങിച്ചാൽ ഞാൻ ഓർക്കുന്ന പോലുമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിൻ്റെ പിന്നാലെ വന്നത് എന്തെങ്കിലും നേടാൻ വേണ്ടിയല്ല. എനിക്കൊരു വിശുദ്ധ ജീവിതം അസാധ്യമായിരുന്നു. കർത്താവ് എനിക്കൊരു വിശുദ്ധ ജീവിതം തരാമെന്ന് പ്രോമിസ് ചെയ്തുകൊണ്ട് ഞാൻ വന്നതാണ്. അപ്പോൾ പിന്നെ എൻ്റെ ലക്ഷ്യം മുഴുവൻ എന്താണ്? വിശുദ്ധ ജീവിതം, വേറെ ഒന്നുമില്ല. എനിക്ക് രോഗവും വിഷയമല്ല, പണവും വിഷയമല്ല, ഒരു കാര്യവും വിഷയമല്ല. ലോകത്തിലെ ഒരു കാര്യവും എനിക്ക് വിഷയമല്ല. എനിക്ക് വിഷയം കാര്യം എനിക്ക് കഴിയാതിരുന്നത് അതാണ്. ഇപ്പോൾ രോഗം സൗഖ്യമാക്കാനായിട്ട് വേണമെങ്കിൽ ഡോക്ടർക്ക് പറ്റും. എനിക്കൊരു കാറ് വാങ്ങിക്കണമെങ്കിൽ എടാ, ഒരു ബാങ്കുകാരൻ പുറകെ നടക്കുക ലോൺ എടുക്കാൻ പറഞ്ഞുകൊണ്ട്, ഇല്ലേ? അതിനിപ്പോൾ യേശുവിൻ്റെ പിന്നാലെ പോയില്ലെങ്കിൽ ഒരു കാറൊക്കെ കിട്ടും. ജോലി കിട്ടണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ പറയും, കർത്താവ് എനിക്കൊരു ജോലി തന്നു, സമ്മതിച്ചെന്നേ. പക്ഷേ യൂസഫ് അലി നിശ്ചയിച്ചാൽ നിങ്ങൾക്കല്ല 1000 പേർക്ക് വേണം ജോലി കൊടുക്കാം, ഇല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. യേശുവിന് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്, യേശുവിന് മാത്രം ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. യേശുവിന് രോഗസൗഖ്യമാക്കാൻ പറ്റും, യേശുവിന് കടം വീട്ടാൻ പറ്റും, യേശുവിന് ജോലി തരാൻ പറ്റും. പക്ഷേ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന വേറെ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാൽ ഇവർക്ക് ആർക്കും ഒരു വിശുദ്ധ ജീവിതം തരാൻ പറ്റത്തില്ല. അത് യേശുവിന് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ യേശുവിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അല്ല യേശുവിൻ്റെ പുറകെ പോകേണ്ടത്. യേശുവിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി യേശുവിനെ അനുഗമിക്കണം. ഹല്ലേലൂയ. ഇവിടെ ഈ ജോൺ പറഞ്ഞ ഈ വാചകം എന്നെ ഒത്തിരി അങ്ങ് സ്വാധീനിച്ചു. ജോൺ പറഞ്ഞത്, ഞാനൊരു ഔട്ടർ സ്കിൻ മാത്രമാണ്, നിങ്ങൾ എന്നെ വലിച്ചെറിയ എന്നിട്ട് യേശുവിനെ എടുക്കുക. അന്ന് മുതൽ എന്നെ സ്വാധീനിച്ച, ഞാൻ പറഞ്ഞത് ഇറ്റ് വാസ് ഇൻ 1976. ഒന്ന് ആലോചിച്ച് നോക്കി, എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷെ ഇന്നും മായാതെ എൻ്റെ മനസ്സിൽ നിൽപ്പുണ്ട്. ഞാൻ എപ്പോഴും ഏത് മീറ്റിങ്ങിന് പോകുമ്പോഴും ഞാൻ എന്നോട് തന്നെ പറയും, ഞാനൊരു പഴത്തൊലിയാ. പറഞ്ഞ മനസ്സിലാക്കണം, ഞാനൊരു പഴത്തൊലിയാ. പഴത്തൊലി കൊടുക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്, യേശുവിനെ നൽകാനാണ്. അപ്പോൾ യേശുവിനെ എടുത്തേച്ച് നിങ്ങൾ എന്നെ വലിച്ചെറിഞ്ഞു, അതാണ് നമ്മൾ ഓർക്കേണ്ടത്. പക്ഷേ ഇന്നത്തെ പ്രശ്നം പഴത്തൊലിയാ മുന്നൽ. പ്രസംഗിക്കുന്ന ആളാണ് മുന്നതിക്കുന്നത്. പ്രസംഗിക്കുന്ന ആളുകൾ, പാട്ട് പാടുന്ന ആളുകൾ, അവരെ പ്രൊജക്റ്റ് ചെയ്താണ്, അവരെ കേന്ദ്രീകരിച്ചാണ് മുഴുവൻ മീറ്റിങ്ങുകളും. ഞാൻ പറയുന്നത് ഗ്രഹിക്കുന്നുണ്ടല്ലോ? ഇന്ന് എവിടെ നോക്കിയാലും പ്രസംഗകരും പ്രവാചകന്മാരും അവരെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, അവരെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരവസ്ഥ. പ്രിയമുള്ളവരെ, അതൊരു ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ അല്ല. ഞാൻ പ്രാർത്ഥിച്ച ഒരാൾ രോഗം സൗഖ്യമായാൽ, ഞാൻ പ്രാർത്ഥിച്ച ഒത്തിരി പേര്, 1-2 പേരൊന്നും അല്ല, ഇഷ്ടംപോലെ ആളുകൾ സൗഖ്യമായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതിനകത്തൊരു ഘടകമേ അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആരാണ് സൗഖ്യമാക്കിയത്? യേശു. പിന്നെ എനിക്ക് തന്നെ ഇതിനകത്ത് പുകഴാനുള്ളത്? ഞാനെന്തിനാ അവരെ വിളിച്ച് ടി വിയിൽ സാക്ഷ്യം പറയിക്കുന്നത്? ഞാനത് ചെയ്യുമ്പോൾ വേദപുസ്തകത്തിന് വിപരീതമായി ഞാൻ പ്രവർത്തിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളോ ഞാനല്ലല്ലോ ചെയ്തത്. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കണം. പത്രോസും യോഹന്നാനും എന്ത് ചെയ്യുന്നു? കാല് മുടന്തനായ വ്യക്തിയെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കി. അവൻ നടന്നും തുള്ളിയും കൊണ്ട് ദേവാലയത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ ആളുകളെല്ലാം കൂടെ വന്ന്, ആരാടാ നിന്നെ സൗഖ്യമാക്കിയത്? അവൻ പറഞ്ഞു, ദേ. അവ എല്ലാവരും കൂടെ പത്രോസിനെയും യോഹന്നാനെയും നോക്കി. പത്രോസും യോഹന്നാനും കോളറൊക്കെ അങ്ങോട്ട് പിടിച്ച, ദൈവത്തിൻ്റെ കരുണയാൽ ഞങ്ങൾ മുഖാന്തിരം എന്ന് വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. അവർ ചോദിക്കുന്നത്, നിങ്ങളെന്തോ ഞങ്ങളെ ഇങ്ങനെ തുളിച്ചു നോക്കുന്നത്? നിങ്ങൾ വായിച്ചു നോക്കണം, പോയി വായിച്ചു നോക്കണം. നിങ്ങളെന്തോ ഞങ്ങളെ ഇങ്ങനെ തുളിച്ചു നോക്കുന്നത്? ഇത് ഏതാണ്ട് ഞങ്ങൾ ഏതാണ്ട് ചെയ്തതുപോലെ. ഞാൻ ബേസിക്കലി ഐ എം എ ജേർണലിസ്റ്റ്, അതുകൊണ്ടാണ് ഞാൻ ഈ വേർഡിങ്സൊക്കെ എന്താ നമുക്ക് മനസ്സിലാക്കുന്ന ഭാഷയിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, വൈ യു ആർ സ്റ്റെയറിങ് അറ്റ് അസ് ആസ് ഇഫ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് അവർ പവർ ഓർ പയറ്റി ദാറ്റ് വി ഹാവ് ഡൺ ദിസ്. ഞങ്ങളുടെ ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ
ഞങ്ങൾ ഇത് നിർവഹിച്ചു എന്ന രീതിയിൽ നിങ്ങൾ എന്താണ് ഞങ്ങളെ നോക്കുന്നത്? പത്രോസും യോഹന്നാനും പറയുന്ന കാര്യമാണ്. രണ്ട് കാര്യങ്ങളാണ്. ഞങ്ങളുടെ ശക്തി കൊണ്ടോ അല്ലെങ്കിൽ ഭക്തി കൊണ്ടോ. ചില ആളുകൾ പറയും, എന്നാലും ബ്രദറെ അതുപോലൊക്കെ ജീവിച്ചാലല്ല അത്ഭുതം നടക്കത്തുള്ളൂ. അങ്ങനൊന്നും വേണമെന്നൊന്നുമില്ല. അത്ഭുതമൊക്കെ അധർമ്മികളും ചെയ്യും. അങ്ങനെയല്ലേ വേദോസം പറയുന്നത്? കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ വീര്യപ്രവർത്തികൾ ചെയ്തു. കർത്താവ് പറഞ്ഞു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകും. അപ്പോൾ അധർമ്മം പ്രവർത്തിച്ചിട്ടും ഇവനൊക്കെ എന്തോ ചെയ്തു? അത്ഭുതം ചെയ്തു. അപ്പോൾ അത്ഭുതം ചെയ്യുന്നവൻ്റെ ഒന്നും പുറകെ പോകേണ്ട ഒരു കാര്യവുമില്ല. യേശുവിൻ്റെ പിന്നാലെ പോകാൻ നോക്ക്. ഈ അധർമ്മം പ്രവർത്തിക്കുന്നവരാ പലപ്പോഴും അവരെ തന്നെ പ്രൊജക്റ്റ് ചെയ്യുന്ന കാര്യം. അത് തന്നെ അധർമ്മമാണ്. എന്നെ പൊക്കിക്കൊണ്ട് ഞാൻ നടന്നാൽ അത് അധർമ്മമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളത് ചെയ്തേച്ച് വീട്ടിലെങ്ങാനും പോയിരിക്കും. നമ്മളൊരു പഴത്തൊലി ആയാൽ മതി, ആളുകൾ എടുത്ത് എറിയട്ടെന്ന്. യേശുവിനെ എടുക്കട്ടെ, എന്നിട്ട് ഔട്ടർ സ്കിൻ എടുത്ത് കളയട്ടെ. ഈ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഞാനിത് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ എപ്പോഴും ചോദിക്കുക, എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ ആഫ്രിക്കക്കാരുടെ ഇടയ്ക്കല്ലേ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ പാവങ്ങളാണ്, അവരോട് 10 പ്രാവശ്യം ഇത് ചോദിച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങ് ചോദിക്കും അറിയാതെ. പിന്നെ ഇവിടെ എല്ലാവർക്കും അങ്ങ് അറിയാമെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് ചോദിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഒന്നുകൂടെ ഒന്ന് ആലോചിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് പോസ് ചെയ്യുന്നതായിട്ട് ചിന്തിച്ചാൽ മതി. എന്താണ് നമ്മൾ പറയുന്നത്? ശരിയല്ലേ? കാര്യം നമ്മളൊക്കെ ഇതുപോലെയുള്ള ആൾ ദൈവങ്ങളുടെ അനുയായികളായി പോകുമ്പോൾ വേദപുസ്തകത്തിൻ്റെ ഉപദേശങ്ങൾക്ക് വിരുദ്ധമായി നമ്മൾ പ്രവർത്തിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം. ആൾ ദൈവങ്ങളല്ല ഈ കാലയളവിൽ ആവശ്യം, ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് ആവശ്യം. കാര്യം അതാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. അതുകൊണ്ട് YMCയുടെ ഈ ക്യാമ്പ്, ഈ കൺവെൻഷൻ അല്ലെങ്കിൽ വേദപഠനം കഴിയുമ്പോൾ ഇതുകൊണ്ട് മാത്രമല്ല, നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളെ രൂപാന്തരപ്പെടുത്തണം. ഞാനല്ല രൂപാന്തരപ്പെടുത്തുന്നത്, വചനമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കേൾക്കുന്ന വചനത്തെ എടുത്തിട്ട് എന്നെ എറിഞ്ഞു കളഞ്ഞത് ഒരു പ്രശ്നമില്ല. ഒരു വ്യക്തിയെയും പ്രൊജക്റ്റ് ചെയ്യാൻ ദൈവം ഉദ്ദേശിക്കുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. വ്യക്തിയെ സ്നേഹിച്ചു, പക്ഷെ പ്രൊജക്റ്റ് ചെയ്യരുത്. നമ്മളോട് ദൈവവചനം പറയുന്നവരോട് നമുക്കൊരു സ്നേഹം ഉണ്ടാവും അല്ലേ? അതിപ്പോൾ കുറ്റം പറയാൻ പറ്റത്തൊന്നുമില്ല. നമ്മളോട് ദൈവം മാത്രമായിരിക്കണം. ആരെ മാത്രമായിരിക്കണം? യേശുവിനെ മാത്രം. കാര്യം അവർ വെറും ഉപകരണങ്ങളാണ്. അതുകൊണ്ടാണ് പത്രോസും യോഹന്നാനും പറയുന്നത്, ഞങ്ങളെ എന്താ, വൈ യു ആർ സ്റ്റെയറിങ് അറ്റ് അസ് ആസ് ഇഫ് ഇറ്റ് ഈസ് വിത്ത് അവർ പവർ ഓർ പയറ്റി. രണ്ടും കൂടെ പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇറ്റ് ഈസ് നോട്ട് ഈവൻ പവർ, ഞങ്ങളുടെ ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ. അപ്പോൾ എൻ്റെ ഭക്തി കൊണ്ട് പോലും ഒരു അത്ഭുതം ചെയ്യാൻ കഴിയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ഓൾ ഗോഡ്സ് ഗ്രേസ്. ദൈവത്തിൻ്റെ കൃപയല്ലാതെ വേറെ ഒന്നുമില്ല. ആരോടുള്ള കൃപ? എന്നോടുള്ള കൃപയല്ല. ആരോടുള്ള കൃപയാ? ആ ആവശ്യത്തിലിരിക്കുന്ന വ്യക്തിയോടുള്ള കൃപയാ, അല്ലാതെ എന്നോടുള്ള കൃപയൊന്നുമല്ല. ഞാൻ മുഖേന ഒരു രോഗി സൗഖ്യമായി കഴിഞ്ഞാൽ അത് എന്നോടുള്ള ദൈവകൃപയല്ല. ആരോടുള്ള കൃപയാ? ആ സൗഖ്യമായ വ്യക്തിയോടുള്ള കൃപയാ. ഒറീസയിൽ ഞാൻ പ്രാർത്ഥനയിൽ സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ചർച്ച ആ വനത്തിനകത്തുള്ള ചർച്ച. അപ്പോൾ ഒരു ദിവസം ഒരു സ്ത്രീയെയും എടുത്തോണ്ട് ആ ചർച്ചിലെ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നു. അപ്പം പറഞ്ഞു പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഈ സ്ത്രീ മരിച്ചാണോ എന്ന് തന്നെ എനിക്ക് സംശയം. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ മാനുഷിക ബുദ്ധി പറഞ്ഞു, നിങ്ങളിതിനെ ആശുപത്രി കൊണ്ടുപോകും, കാശ് ഞാൻ തരാം. അവർ പറഞ്ഞ്, ഞങ്ങൾ കാശ് വാങ്ങിക്കാൻ വന്നതല്ല ബാസ, ഞങ്ങൾ വന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. അപ്പം എൻ്റെ മനസ്സിൽ എൻ്റെ ചിന്ത, ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വല്ല ഗുണമുണ്ടോ? കാര്യം ഇത് മിക്കവാറും ചാകും. അപ്പം ഞാൻ പെട്ടെന്ന് അകത്ത് പോയിട്ട് കുറച്ച് ഗ്ലൂക്കോസ് വെള്ളം കലക്കിയിട്ട് പറഞ്ഞു വെള്ളം കൊടുക്കാൻ പറഞ്ഞു. വെള്ളം കൊടുത്തപ്പോൾ വെള്ളം ഇറങ്ങുന്നില്ല. അതായത് സ്പൂണിൽ വെള്ളം കോരി കൊടുത്തിട്ട് വെള്ളം ഇറങ്ങുന്നില്ല. അപ്പം ഞാൻ മിക്കവാറും തീരുമാനിച്ചു ഇത് പോയി. അപ്പോൾ എൻ്റെ പ്രശ്നം, ഞങ്ങൾക്ക് അന്ന് സഭ അവിടെ തുടങ്ങിയതേ ഉള്ളൂ, അവിടെ സെമിട്രി ഇല്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന്, എൻ്റെ ദൈവമേ ഇതെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ എവിടെ കൊണ്ട് അടക്കും? അതുപോലെ പ്രശ്നം, കംപ്ലീറ്റ് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇതാണ്, എവിടെ കൊണ്ട് അടക്കും? അപ്പോൾ അവർ പറഞ്ഞു പ്രാർത്ഥിച്ചാട്ടെ.
അപ്പം ഞാൻ പിന്നെ മലയാളത്തിൽ അങ്ങ് പ്രാർത്ഥിച്ചു. ഇവർക്ക് ഇംഗ്ലീഷ് പ്രാർത്ഥിച്ചാലും അവർക്കൊന്നും അറിയത്തൊന്നുമില്ല. മലയാളത്തിൽ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് കർത്താവേ, എനിക്കറിയാൻ വേണ്ടി ഇത് രക്ഷപ്പെടുമെന്നൊന്നും എനിക്ക് ചിന്തയില്ല. പിന്നെ ഇവരോട് നീ കരുണ കാണിച്ചാൽ രക്ഷപ്പെട്ടെങ്കിലായി എന്ന് മലയാളത്തിൽ അങ്ങ് പ്രാർത്ഥിച്ചു. എനിക്കാണ് ഇപ്പം തന്നെ പേടിയാണ്. കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സെമിറ്ററി പോലും ഇവിടെ ഇല്ല. ഇതൊക്കെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്, അല്ലാതെ വേറെ ഒന്നും പ്രാർത്ഥിച്ചില്ല. ഇവരെയും കൊണ്ട്, ഈ സ്ത്രീയെയും കൊണ്ട് തിരിച്ചു പോയി, എടുത്തുകൊണ്ട് തന്നെ തിരിച്ചു കൊണ്ടുപോയി. പിറ്റേ ദിവസം ഞായറാഴ്ച ഞാൻ നോക്കിയിരിക്കുക, ഈ സ്ത്രീക്ക് വല്ലതും പറ്റിയോ, മരിച്ചോ, ഒന്നും അറിയുന്നില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സ്ത്രീയുടെ ഭർത്താവ് കയറി വരുന്നു. അപ്പം ആൾക്കാരൊക്കെ വന്നു, ഒത്തിരി പേര് വന്നു, ഇരുന്ന് പ്രാർത്ഥിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, സഭായോഗമാണ്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, നിന്റെ ഭാര്യയ്ക്ക് എന്ത് പറ്റി, എവിടെ? അവനെ പറഞ്ഞു, അവർ നേരത്തെ വന്ന് അവിടെ ഇരുന്ന് പാട്ട് പാടുന്നുണ്ടെന്ന്. ഞാനിത് ടി വിയിലൊന്നും പറഞ്ഞില്ല കേട്ടോ. എന്തിനാ ഞാൻ ടി വി പറയുന്നത്? ഒന്നാമത്തെ കാര്യം, എൻ്റെ ശക്തിയുമല്ല, ഭക്തിയുമല്ല, വിശ്വാസവുമല്ല. കാര്യം എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നുണ്ട്. പക്ഷേ ദൈവം എന്ത് ചെയ്തു? ആ സ്ത്രീയോട് കരുണ കാണിച്ചു. ഇത് ഞാൻ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിയ എന്തൊരു കഷ്ടമല്ലേ? കർത്താവിൻ്റെ കരുണയല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രിയമുള്ളവരെ, ആൾ ദൈവങ്ങളല്ല നമുക്ക് ആവശ്യം, ദൈവകൃപയിൽ ആശ്രയിക്കുക. ദാറ്റ്സ് ഓൾ. ആരെയും പൊക്കണ്ട, യേശുവിനെ ഉയർത്തിയാൽ മതി. എല്ലാവരും പഴത്തൊലിയാ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഇപ്പം പഴത്തൊലിയെക്കുറിച്ചാണ് വലിയ പ്രവചനം. ഞാൻ കെനിയയിലുണ്ടായിരുന്നപ്പോൾ വലിയൊരു നോട്ടീസ് എന്നാണെന്നറിയാമോ എഴുതിയിരിക്കുന്നത്? ദ മൈറ്റി പ്രോഫറ്റ്, അതാണ് ഏറ്റവും വലിയ ഇത്. എന്നിട്ട് താഴെ ഓഫ് ദ ലോർഡ്, ചെറിയ അക്ഷരം, ഈസ് ഇൻ ദ സിറ്റി. യേശു അല്ല, ദ മൈറ്റി പ്രോഫറ്റ്. എന്നിട്ട് ഓഫ് ദ ലോർഡ് ഇൻ ദ സിറ്റി. വരുന്നത് എന്തിനാ? പ്രോഫറ്റിനെ കാണാൻ. ഈ പ്രോഫറ്റ് എന്ന് പേരെടുത്ത് വരുന്ന പോലെ തന്നെ ശ്രദ്ധിക്കണം. പ്രോഫറ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ബാക്കിയുള്ളവർ തീരുമാനിക്കട്ടെ. ഇങ്ങനെ പേരും എടുത്തൊക്കെ ആര് ഈ പ്രോഫറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വേദവസത്തിൽ ആരാണ് നടന്നിട്ടുള്ളത്? മറ്റുള്ളവരെ അവരെ വിളിക്കുന്നത് പ്രവാചകൻ എന്നല്ലേ? അല്ലേ? മറ്റുള്ളവരെ വിളിക്കുന്നത്. അതും ഈ പുതിയ നിയമത്തിലൊക്കെ ആരാ പ്രോഫറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രോഫസി ചെയ്തവരെ കുറിച്ച് പറയുന്നു. അഗാബോസ് എന്ന് പറയുന്ന പ്രവാചകൻ അഗാബോസ് എന്നല്ല, അഗാബോസ് എന്ന് പറയുന്ന പ്രവാചകൻ. മനസ്സിലാക്കണം, പ്രവാചകൻ അഗാബോസ് അല്ല. യു ഗെറ്റ് മൈ പോയിന്റ്? ഇങ്ങനെ പേരെടുക്കുന്നത് തന്നെ ബിബ്ലിക്കൽ അല്ല. എനിക്കറിയാം നിങ്ങൾക്ക് ഈ പറയുന്ന ഒന്നും ഇപ്പോഴേ ഇഷ്ടപ്പെടുന്നില്ലെന്ന്. ഇയാൾ തുടങ്ങിയതേ ഉള്ളൂ, ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ള പേടിയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. സുനുവിനായ ഏറ്റവും വലിയ പേടിയെന്നും എനിക്കറിയാം. പ്രിയമുള്ളവരെ, നമ്മൾ സത്യം ഗ്രഹിക്കണം. എന്തിനാണ് നമ്മൾ വന്നിരിക്കുന്നത്? വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തണം. കൃത്യമായ രൂപാന്തരം ഉണ്ടാകണം. കാര്യം രണ്ട് കാര്യങ്ങളാണ് നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത്, രണ്ട് കാര്യങ്ങളാണ് നേർവഴിയിൽ നിങ്ങളെ നയിക്കുന്നത്. ഒന്ന് തിരുവെഴുത്ത്, രണ്ട് ദൈവശക്തി. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികയാൽ അല്ലയോ തെറ്റിപ്പോകുന്നത്. ആ ഭാഗത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. എന്നാൽ ഇവിടെ ഈ രൂപാന്തരത്തെക്കുറിച്ച് പറയുമ്പോഴും ഞാൻ സാധാരണ ആഫ്രിക്കയിലാണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലാണെങ്കിലും സാധാരണ പറയാറുണ്ട്, ഈ രൂപാന്തരം എന്ന് പറയുമ്പോഴും നമുക്കിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു രൂപാന്തരം ഉണ്ടാകുന്നുണ്ടോ? ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള എന്താ ഈ രൂപാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? രൂപാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ടാകുന്നതിനെ ഒന്നും അല്ല രൂപാന്തരം എന്ന് പറയുന്നത്. ചിലപ്പോൾ ആളുകൾ പറയും, ബ്രദർ അവന് ഒത്തിരി രൂപാന്തരം ഉണ്ടായി, നേരത്തെ ആണെങ്കിൽ 80 സിഗരറ്റ് വലിക്കുവാനും ഇപ്പോൾ 8 സിഗരറ്റേ വലിക്കുന്നുള്ളൂ. അതല്ല രൂപാന്തരം. നേരത്തെ എല്ലാ ദിവസവും കള്ളു കുടിക്കുവാനും ഇപ്പോൾ ആഴ്ചയിൽ ഒരിക്കലേ കള്ളു കുടിക്കുന്നുള്ളൂ. അതുമല്ല രൂപാന്തരം. ഇനി കള്ളുകൂടി അവൻ നിർത്തി കേട്ടോ, അതുമല്ല രൂപാന്തരം. ഇതൊക്കെ നിർത്താനും ഇതൊക്കെ വേറെ ഒത്തിരി മാർഗങ്ങളുണ്ട്, മറ്റ് മതങ്ങളുണ്ട്, അതിൻ്റെ നിയമങ്ങളുണ്ട്, മറ്റുള്ള കാര്യങ്ങളുണ്ട്. നല്ല ഹെൽത്ത് കോൺഷ്യസ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ ഇതൊക്കെ നിർത്തി വന്നിരിക്കും. ഇപ്പോൾ എത്രയോ ആളുകൾ കള്ളുകൂടി നിർത്തുന്നു, കാര്യം അവർ ഡയബറ്റിക് ആണ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് അവർക്ക് രൂപാന്തരം ഉണ്ടായെന്ന് അർത്ഥമുണ്ടോ? ഡോക്ടർ പറയുന്നു ഇനി സിഗരറ്റ് തൊട്ടുപോയേക്കരുത്, അവൻ സിഗരറ്റ് വലി നിർത്തി, ഇവന് രൂപാന്തരം ഉണ്ടായോ? ഇല്ലല്ലോ. അപ്പം ഇതുപോലെയുള്ള ചില്ലറ കാര്യങ്ങളല്ല രൂപാന്തരം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. രൂപാന്തരം നമ്മളെ അടിമുടി മാറ്റുന്നതാണ്, കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്നതാണ്, 100% ഒരു പുതിയ സൃഷ്ടിയാകുന്നതാണ്.
നമുക്ക് പലപ്പോഴും ഈ പുറമേ ഉള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും അയാൾക്ക് ഭയങ്കര രൂപാന്തരമാണെന്ന്. അപ്പം ഞാൻ ഉദാഹരണമായിട്ട് പറയാറുണ്ട് 3 തരത്തിലുള്ള രൂപാന്തരീകരണം. അതിനെക്കുറിച്ച് ആദ്യം ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ പറയുകയാണ്. ഇതിനകത്ത് നമ്മൾ ആലോചിക്കണം ഇവിടെ സംഭവിക്കേണ്ടതായ രൂപാന്തരീകരണം എന്താണ്. ഒന്നാമത്തെ രൂപാന്തരീകരണം എന്ന് പറയുന്നത്, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്, ഒരു പാമ്പിൻ്റെ രൂപാന്തരമാണ്. ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ സ്നേക്ക്. ഈ പാമ്പിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. കുറച്ച് പ്രായമാകുമ്പോഴത്തേക്ക് ഈ പാമ്പിൻ്റെ തൊലിയെല്ലാം ചുക്കി ചുളുങ്ങി കണ്ടാൽ ഒരുമാതിരി വൃത്തികെട്ട ഒരു ജന്തുവാണ്. അപ്പോൾ പാമ്പ് തന്നെ ചിന്തിക്കുന്നു, എന്നെ കണ്ടിട്ടൊന്നും ആളുകൾക്കൊന്നും ഒരു ഇഷ്ടമില്ല, കണ്ടില്ല ഇതെല്ലാം ചുക്കി ചുളുങ്ങിയിരിക്കുക, ഐ നീഡ് എ ട്രാൻസ്ഫോർമേഷൻ. എൻ്റെ തൊലിയെല്ലാം ഇങ്ങനെ ചുക്കി ചുളുങ്ങിയിരിക്കുകയാണ്, എനിക്കൊരു രൂപാന്തരം വേണം. രൂപാന്തരം കിട്ടാനായിട്ട് ഈ പാമ്പ് ഒരു ചെറിയ ഹോളിലൂടെ കയറി ഇറങ്ങുമ്പോൾ നമുക്കറിയാം, ഇറ്റ് സ്ട്രിപ്സ് ഓഫ് ദി ഔട്ടർ സ്കിൻ. പാമ്പ് പടം പൊഴിക്കുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന കാര്യം. ഇപ്പോഴത്തെ പിള്ളേരോടൊക്കെ ഇത് പറഞ്ഞാൽ അവർക്ക് അറിയില്ല. അപ്പോൾ പാമ്പ് പടം പൊഴിച്ച് കഴിയുമ്പോൾ സംഭവിക്കുന്നത്, ഇതിന് ഒരു പുതിയ രൂപവും ഭാവവും, അത് മനോഹരമാവുകയാണ്. ബിക്കംസ് യങ് ആൻഡ് സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ ഈ പാമ്പിനൊരു മാറ്റം വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റം വന്നു. അതിൻ്റെ പഴയ തൊലിയൊക്കെ പോയി, പുതിയ ഒരു സ്കിൻ അതിന് വന്നിട്ട് അത് നല്ല സുന്ദരമായിരിക്കുകയാണ്. പക്ഷേ പാമ്പ് പടം പൊഴിച്ച് ഒരു സുന്ദരിപ്പാമ്പായതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഈ പാമ്പിനെ എടുത്ത് ഉമ്മ കൊടുക്കുവോ? ഇല്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾക്കറിയാം, പുറത്തെ പടം പോയതേ ഉള്ളൂ, അകത്തെ വിഷം പോയിട്ടില്ല. നല്ലൊരു ശതമാനം ആളുകളുടെയും മാനസാന്തരം ഇത്രയേ ഉള്ളൂ. പുറത്തെ തൊലി പോയിട്ടുണ്ട്, പക്ഷേ അകത്തെ വിഷം ഇപ്പോഴും ഉണ്ട്. കോപം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഗലാത്യ ലേഖനത്തിൽ പറയുന്ന ജഡത്തിൻ്റെ സകല പ്രവൃത്തികളും കാണിക്കുന്നുണ്ട്. പക്ഷേ കാണുമ്പോൾ പ്രൈസ് ദി ലോർഡ് സിസ്റ്ററേ എന്നൊക്കെ പറയത്തുള്ളൂ, പ്രൈസ് ദി ലോർഡ് ബ്രദറേ. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ വാക്ക് ഉവ്വ് എന്നും ഇല്ല എന്നും ആയിരിക്കട്ടെ. ബ്രദറെ എന്ന് വിളിച്ചാൽ ബ്രദർ ആയിരിക്കണം, അല്ലെ വിളിക്കരുത്. നമ്മൾ ചീത്ത വിളിക്കാനും വിളിക്കുന്ന ബ്രദറെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കേട്ടോ, കളിക്കല്ല, അതിനും വിളിക്കുന്നത് ബ്രദറെ എന്നാണ്. എൻ്റെ പ്രിയമുള്ളവരെ, എന്ത് മാനസാന്തരമാണ് നമുക്കുണ്ടായിരിക്കുന്നത്. വഴക്കുണ്ടാക്കുന്നത് ബ്രദറെ എന്ന് വിളിച്ചോണ്ട്. അതാ ഞാൻ പറഞ്ഞത്, തൊലിയേ പോയിട്ടുള്ളൂ, വിഷം പോയിട്ടില്ല. പല ആളുകളിലും അഹങ്കാരവും അസൂയയും പകയും പിണക്കവും എല്ലാം വെച്ചുകൊണ്ട് അവർ പുറമെ ഇവിടെ വന്നു ആരാധിക്കുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തുവാ, ഭയങ്കര ബഹളമാണ്. പക്ഷേ പുറത്തിറങ്ങുമ്പോൾ അറിയാം, അകത്തു നിന്നൊന്നും പോയിട്ടില്ല, വിഷം മുഴുവൻ അകത്തുണ്ട്. അതാണ് പാമ്പിൻ്റെ രൂപാന്തരം. ആ ഒരു രൂപാന്തരമല്ല നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത് ഒരു രൂപാന്തരം കഴുകൻ്റെ രൂപാന്തരീകരണമാണ്. ഈ കഴുകനും ഇതേപോലെ തന്നെ ഒരു പ്രശ്നമുണ്ട്. പ്രായമാകുമ്പോൾ ഒന്നാമത്തെ കാര്യം, കഴുകൻ എന്തോ കഴുകൻ തിന്നുന്നറിയാമോ? ശവം. ഉള്ള ശവമെല്ലാം തിന്ന് അങ്ങ് ഫാറ്റ് കയറിയിട്ട് ഈ തൂവലൊക്കെ അങ്ങ് സ്റ്റിഫായിട്ട് പറക്കാനും പറ്റുന്നില്ല. അതിൻ്റെ ബീക്കൊക്കെ അങ്ങ് ഭയങ്കര സ്റ്റിഫാവുക, കാലയിൽ നഖവും എല്ലാം അങ്ങ് സ്റ്റിഫായി ഉണങ്ങി ഒരു കൊഴുപ്പെല്ലാം കൂടെ അടിഞ്ഞ് വല്ലാത്തൊരു സ്റ്റേജ്. അപ്പം കഴുകൻ ചിന്തിക്കുന്നു, എനിക്കൊരു വലിയൊരു രൂപാന്തരം വേണം. അപ്പം രൂപാന്തരം ഉണ്ടാകാൻ എന്താ മാർഗം? അപ്പോഴാണ് ഒരു പ്രവാചകൻ വന്ന് പറഞ്ഞത്, ഒരു 40 ദിവസം ഉപവാസം ഇരിക്കാൻ. കഴുകൻ ചിന്തിച്ച്, എന്നാൽ പിന്നെ ഒരു 40 ദിവസം ഉപവാസം ഇരുന്നേക്കാം. ഇതൊരു മലയാളം മണ്ടയ്ക്ക് പോയി കുത്തിപ്പിടിച്ചിരുന്ന് ഉപവാസം എടുക്കുകയാണ്. അപ്പോൾ ഈ വെയിലത്തിരുന്ന് ഉപവാസമൊക്കെ എടുത്ത് ഭക്ഷണമൊന്നും കഴിക്കാതെ ഫാറ്റെല്ലാം ഉരുകി ഒലിച്ചു പോയപ്പോൾ പുതിയ തൂവലെല്ലാം പോയിട്ട് പുതിയ തൂവൽ വന്നു. കാലയിലെയും കയ്യിലെയും ഒക്കെ ആ നഖമൊക്കെ അങ്ങോട്ട് മാറി, പുതിയ ഫ്രഷായി, നല്ല യങ്ങായി. യൗവനം കഴുകനെ പോലെ പുതുക്കി വലത്തക്കൊണ്ട് നല്ല പുതുക്കി നല്ല ആക്റ്റീവായിട്ട് വന്നു. തിരിച്ച് സഭയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നാ പാട്ടും ആട്ടവും ചാട്ടവും ഡാൻസും. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് എന്തുവാ തൂവലുമൊക്കെ അങ്ങോട്ട് ചലിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല, ഭയങ്കര ആത്മീയമാണ്, ചാട്ടമാണ്, ഓരോറ്റ അങ്ങ് കിളന്ന് ചാടുക അങ്ങ്, ഇല്ലേ? അപ്പോൾ നമ്മൾ പറയുന്നു, ബ്രദർ വൾച്ചർ
നിങ്ങൾക്ക് ഒത്തിരി വ്യത്യാസം ഉണ്ടായല്ലോ. ബ്രദറെ, ഞാനൊരു 40 ദിവസം ഉപവാസത്തിലായിരുന്നു. ആ, കൊച്ചു കാര്യമൊന്നുമല്ല. എടി, ഉപവാസം എടുത്തു കഴിഞ്ഞാൽ ആരോടും മിണ്ടാതെ വേറെ നിന്റെ വീട്ടിൽ ഇരുന്ന് ഉപവാസം എടുക്കാനാണ് കർത്താവ് പറഞ്ഞത്. ഇത് ഉപവാസത്തിൻ്റെ പേരിൽ തന്നെ അഹങ്കരിക്കാൻ തുടങ്ങിയാലോ? ഉപവാസം തന്നെ നമ്മുടെ അഹങ്കാരം കളയാനാ. ഇപ്പം വന്ന് മനുഷ്യൻ അഹങ്കരിക്കുന്നത് ഉപവാസത്തിൻ്റെ പേരിലാണ്. എന്തൊരു കഷ്ടമാണ് അല്ലേ? അതും പബ്ലിക് സ്റ്റേഡിയത്തിലല്ലേ ഉപവാസം? 40 ദിവസവും 80 ദിവസവും ഒക്കെ 100 ദിവസമൊക്കെ ഉപവാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് നടക്കുക ഇല്ലേ? അല്ല, ഉപവാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ കൃത്യമായ ഒരു വാക്കാണ്. ഞാൻ ആഫ്രിക്ക പറയുമ്പോൾ പറയും, എൻ്റെ ഭാഷയിൽ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപവാസമെന്നാണ്. എബൈഡിങ് വിത്ത് ഹെം, അവൻ്റെ കൂടെ വസിക്കുന്നതാണ് ഉപവാസം. യേശുവിൻ്റെ കൂടെ വസിക്കുന്നതാണ് ഉപവാസം. യേശുവിൻ്റെ കൂടെ വസിക്കാതെ ഉപവാസമാണെന്ന് പറഞ്ഞാൽ അതിനെ വിളിക്കേണ്ടത് പട്ടിണി എന്നാണ്. ഇറ്റ് ഈസ് നോട്ട് ഫാസ്റ്റിംഗ്, ഇറ്റ് ഈസ് സ്റ്റാർവിങ്. ഫാസ്റ്റിംഗ് ആവശ്യമാണ്, പക്ഷെ ഫാസ്റ്റിങ്ങിന് നമ്മൾ വി നീഡ് ടു എബൈഡ് ഇൻ ജീസസ്. അല്ലാത്തതൊന്നും ഉപവാസമല്ല, അല്ലാത്തത് വെറും പട്ടിണിയാണ്. പട്ടിണി കിടന്നാലൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല. യു സ്റ്റാർട്ട് ലിവിങ് വിത്ത് ജീസസ്, എബൈഡ് ഇൻ ജീസസ്, ആൻഡ് ദെൻ വെൻ യു ആർ എബൈഡിങ് വിത്ത് ജീസസ്, the holiness will impart in you from Jesus. യേശുവിൽ നിന്ന് അവൻ്റെ വിശുദ്ധി നമ്മളിലേക്ക് ഒഴുകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ കോപം പോകും, ക്രോധം പോകും. ഇന്ന് രാവിലെ ഞാൻ ഒരു ചർച്ചിൽ പറഞ്ഞപ്പം ഒരാൾ ചോദിച്ചു, നീ വലിയ പ്രാർത്ഥന പ്രാർത്ഥിക്കുമല്ലോ, ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് നിനക്ക് എന്നാ കിട്ടി? എല്ലാവരുടെയും ചിന്ത പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നാണല്ലോ, ഇല്ലേ? ഉടനെ ഇദ്ദേഹം പറഞ്ഞു, എന്തോ കിട്ടിയെന്ന് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ ഒത്തിരി പോയി. അപ്പോൾ ചോദിച്ചു, പ്രാർത്ഥിച്ചിട്ടെല്ലാം പോയോ? ആ, എൻ്റെ കോപവും ക്രോധവും ശാഠ്യവും ഇതൊന്ന പക്ഷെ ഒക്കെ പോയി ഏതാണെങ്കിൽ. അപ്പോൾ പ്രാർത്ഥിക്കുന്നത് കിട്ടാനല്ല, ഉപവസിക്കുന്നത് കിട്ടാനല്ല, ഉപവസിക്കുന്നത് ഇതൊക്കെ പോകാനാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഉപവാസം എടുത്ത് കഴിയുമ്പോൾ പിന്നെ അമ്മായിയമ്മയും മരുമോളും തമ്മിൽ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണം. ഉപവാസം എടുത്ത് കഴിയുമ്പോൾ നമ്മൾ പിന്നീട് ഭർത്താവും ഭാര്യയും ഒക്കെ എന്താണ്, സ്നേഹത്തോടെ, ഒരു മനുഷ്യൻ പോലും ഒരു ശബ്ദം വീട്ടിൽ ഉണ്ടാകരുത് ഉപവാസം എടുത്തു കഴിഞ്ഞാൽ. ഇത് ഉപവാസം എടുക്കുമ്പോഴാണ് ഏറ്റവും വലിയ ശല്യം. ഞാൻ സെമിനാരി പഠിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ അവിടെ ഒരു ഭയങ്കര മിനിസ്ട്രിയൊക്കെ ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ബിഡിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവിടെ സെമിനാരിയിലെ ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ വരുമ്പോൾ, ഞാൻ ജേർണലിസം ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി സീനിയറാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബിഡിക്ക് പഠിക്കാൻ പോകുന്നത് തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ജേർണലിസവും കഴിഞ്ഞ് കുറച്ചുകൂടെ മിനിസ്ട്രി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ബിഡിക്ക് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്നോട് അവിടുത്തെ പിള്ളേർ പറയും, സാറേ പ്രത്യേകം പ്രാർത്ഥിക്കണം, നമ്മുടെ സഹോദരന് ഉപവാസമാണ്. എന്നറിയാമോ, ഉപവാസം എടുത്തു കഴിഞ്ഞാൽ പുള്ളികൾ അടുത്തോട്ടൊരു മനുഷ്യൻ ചെല്ലാൻ പറ്റുകയില്ല. പുള്ളി ഭയങ്കരമായിട്ട് കോപിച്ച് വഴക്കുണ്ടാക്കി വേണേൽ തല്ലുകയും ചെയ്യും. ഉപവാസം എടുക്കുന്ന ദിവസം പുള്ളിക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്നോട് സീനിയേഴ്സ് പിള്ളേർ പറയും, ജൂനിയേഴ്സ് പിള്ളേർ പറയും, സാറേ ഒന്ന് പ്രാർത്ഥിച്ചോണേ, പുള്ളിക്കാരൻ ഉപവാസമാണ്. പ്രിയമുള്ളവരെ, ഉപവാസം എടുക്കുന്നത് വഴക്കുണ്ടാക്കാനല്ല, ഉപവാസം എടുക്കുന്നത് അഹങ്കരിക്കാനല്ല, ഉപവാസം എടുക്കുന്നത് നമ്മിൽ നിന്ന് ജഡത്തിൻ്റെ അംശങ്ങളെല്ലാം പോകാനാണ്. അപ്പോൾ കഴുകൻ ഉപവാസം എടുത്തു, തിരിച്ചു വന്നപ്പം ഭയങ്കര ചാട്ടവും മറിച്ചിലും ഒക്കെ ഉണ്ട്, നല്ല എനർജറ്റിക്കാണ്, കാര്യം ശരിയാണ്. പക്ഷേ ഇപ്പോഴും ശവം കാണുമ്പോൾ വായിൽ കപ്പലോടിക്കാം. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. പാമ്പിൻ്റെ കാര്യത്തിൽ പുറമേ തൊലി പോയെങ്കിലും വിഷമകത്തുണ്ടായിരുന്നത് പോലെ, in the transformation of the snake, you know what happened? Even though it has the outer skin is stripped off, still there was poison inside. ഉള്ളിൽ വീണ്ടും വിഷമുണ്ട്. കഴുകൻ്റെ കാര്യത്തിൽ പാഷൻ ഇതുവരെ പോയിട്ടില്ല, ലോകമോഹങ്ങൾ പോയിട്ടില്ല, ജഡിക മോഹങ്ങൾ പോയിട്ടില്ല. ഉപവാസമൊക്കെ എടുത്തു, പക്ഷെ ജഡിക മോഹങ്ങൾ പോയിട്ടില്ല, ധനമോഹം പോയിട്ടില്ല, സെക്സിനുള്ള മോഹങ്ങൾ പോയിട്ടില്ല, മറ്റുള്ളവരെ നിന്ന് കൂടുതൽ എന്താണ് അങ്ങ് ദുർമോഹികളാവുകയാണ്. അതെന്തോന്ന് രൂപാന്തരം? അപ്പോൾ നമുക്ക് ആവശ്യമുള്ളൊരു പാമ്പിൻ്റെ രൂപാന്തരീകരണമല്ല, ഒരു കഴുകൻ്റെ രൂപാന്തരീകരണമല്ല. മൂന്നാമതൊരു രൂപാന്തരീകരണത്തെക്കുറിച്ച് ഞാൻ പറയാം.
അത് ഒരു ബട്ടർഫ്ലൈയുടെ, ഒരു പൂമ്പാറ്റയുടെ രൂപാന്തരീകരണമാണ്. പൂമ്പാറ്റ ആകുന്നതിന് മുമ്പ് ഇറ്റ് വാസ് എ വേം, ഒരു പുഴുവായിരുന്നു. നമ്മുടെ കയ്യേലങ്ങളും വന്നാൽ നമ്മൾ കുടഞ്ഞു കളയും, അല്ലേ? വി സ്ട്രൈക്ക് ഇറ്റ് ഓഫ്, നമ്മൾ എന്താണ്, ഷെയ്ക്ക് ഇറ്റ് ഓഫ്. നമ്മൾ അതുപോലെ നമുക്ക് വി ഡോണ്ട് ലൈക്ക് ഇറ്റ്, റൈറ്റ്? അങ്ങനത്തെ ഒരു പുഴു. ഈ പുഴു എവിടെയാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണിലിഴഞ്ഞേ ജീവിക്കത്തുള്ളൂ. തിന്നുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മണ്ണ് തിന്ന് മണ്ണിൽ കിടന്ന് ജീവിച്ച പുഴു ഒരു രൂപാന്തരീകരണത്തിനായി നമുക്കറിയാവുന്നതുപോലെ ഒരു കൊക്കൂണിലേക്ക് കയറി ഇറങ്ങുന്ന സ്റ്റേജ്. ഒത്തിരി സമയമെടുത്തു, കാര്യങ്ങളെല്ലാം ശരിയാണ്. പക്ഷെ തിരിച്ചിറങ്ങുമ്പോൾ അത് പഴയ പുഴുവല്ല, അതൊരു പുതിയ സൃഷ്ടിയാണ്. അതിന് ചിറകുകൾ വച്ചിരിക്കുന്നു. അത് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അത് മണ്ണിലിഴഞ്ഞ് നടക്കത്തില്ല. അതിൻ്റെ മനസ്സിൽ പോലും മണ്ണില്ല, അത് ആകാശത്ത് പറന്ന് നടക്കുകയാണ്. അതിൻ്റെ വാസസ്ഥലം മാറി. ഇതാണ് രൂപാന്തരീകരണം. ഇന്നലെ വരെ മണ്ണിലിഴഞ്ഞ് നടന്നവൻ യേശുക്രിസ്തുവിലൂടെ പുതു സൃഷ്ടിയായി തീരുമ്പോൾ മണ്ണിനെ മറക്കുന്നതാണ് രൂപാന്തരീകരണം. അവന് ചിറകുകളുണ്ട്, അവന് മണ്ണ് വിഷയമില്ല. ഇനി അവൻ മണ്ണ് തിന്നത്തില്ല, അവൻ തേനാ കഴിക്കുന്നത്. തേൻ. മണ്ണ് തിന്ന് നടന്നവൻ തേനുണ്ണുന്ന ഒരു സ്റ്റേജിൽ വരുമ്പോഴാണ് അവന് രൂപാന്തരീകരണം വന്നു എന്ന് പറയുന്നത്. ഇഴഞ്ഞു നടന്നവൻ പറന്നു നടക്കുമ്പോഴാണ് അവന് രൂപാന്തരീകരണം വന്നു എന്ന് പറയുന്നത്. അതൊരു പുതിയ സൃഷ്ടിയാണ്. അതുപോലെ ഒരു പുതിയ സൃഷ്ടിയാകുന്നതാണ് രൂപാന്തരീകരണം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള ഒരു രൂപാന്തരീകരണം നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ? അതിനാണ് നമ്മൾ കൊതിക്കേണ്ടത്. ഇനിയിപ്പോൾ മണ്ണിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഇന്നും മണ്ണിൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് ജീവിക്കുകയാണെങ്കിൽ, പുഴുവിനെക്കുറിച്ച് പുഴുവായി ജീവിക്കുകയാണെങ്കിൽ, മണ്ണ് തിന്ന് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ രൂപാന്തരീകരണം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കർത്താവ് കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അവനിൽ മറഞ്ഞിരിക്കുന്നത് കൊണ്ട് ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ. അതാണ് രൂപാന്തരം സംഭവിച്ച ആളിൻ്റെ പ്രത്യേകത എന്നറിയാമോ? He is not thinking about the earth. He thinks about the heavenly things. ഭൂമിയിലുള്ളതിനെ മറന്ന് ഉയരത്തിലുള്ളതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ രൂപാന്തരം ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ പ്രസംഗകരുടെയും പ്രവാചകരുടെയും പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് പഠിപ്പിക്കുന്നതും അവർ ഓഫർ ചെയ്യുന്നതും വീണ്ടും മണ്ണിലുള്ള കാര്യങ്ങളാണ്. ഞാൻ പറയുന്നത് മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഞാൻ പ്രാർത്ഥിച്ച ആളുകൾ സൗഖ്യമാകുന്നുണ്ട്. ഞാൻ കാരിസ്മാറ്റിക് ഗിഫ്റ്റ്സൊക്കെ എക്സസൈസ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ആളുകളോട് പറയാറുണ്ട്, അഹങ്കാരം പറയുന്നതല്ല, ഇതിന് ഇച്ചിരി കുറ്റം ഞാൻ പറഞ്ഞാൽ അത് കൊതിക്കെറിവ് കൊണ്ട് പറയുന്നതല്ല. ഈയിടെ കഴിഞ്ഞ ദിവസം ആളിനോട് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, സാജു ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു, അയാൾക്ക് വല്ല കൃപാവരവും ഉണ്ടോ? ഇല്ലാത്തവൻ അങ്ങനെയൊക്കെ പറയാമെന്ന്. പ്രിയമുള്ളവരെ, എല്ലാ കൃപാവരങ്ങളും ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കാര്യം ഇവിടെ ഒരു പ്രവാചകൻ്റെ ശുശ്രൂഷയും, ഭൂതത്തെ ഇളക്കുന്നവൻ വേറൊരാളും, പ്രവചിക്കുന്നവൻ വേറൊരാളും, വീര്യപ്രവർത്തി ചെയ്യുന്നവൻ വേറൊരാളും. ഞങ്ങളൊക്കെ മിഷൻ ഫീൽഡിലല്ലേ, ഞങ്ങൾക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്താലേ പറ്റുള്ളൂ. കാര്യം വേറെ ആരും ഇല്ലല്ലോ അവിടെ. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന എല്ലാ കൃപാവരങ്ങളും ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഞാൻ പറയാം, ഈ കാലയളവിൽ കൃപാവരപ്രാപ്തർ മനുഷ്യരെ കൂടുതൽ മണ്ണ് തീറ്റിക്കുന്നവരായിരിക്കുകയാണ്. കൃപാവരം പ്രാപിച്ചവൻ വന്ന് ഓഫർ ചെയ്യുന്നത് മുഴുവൻ മണ്ണാണ്. നിനക്ക് ദൈവം ഒരു പുതിയ കാറ് തരാൻ പോകുന്നു, നിനക്ക് ദൈവം ഒരു പുതിയ വീട് തരാൻ പോകുന്നു, നിനക്ക് പുതിയ എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾ. ഇതെല്ലാം മനുഷ്യനെ ദുർമോഹികളാക്കാനല്ലാതെ ആരെങ്കിലും ഒരു പ്രവാചകൻ വന്ന് നിത്യതയെക്കുറിച്ച് പ്രസംഗിക്കുന്നുണ്ടോ? ഉയരത്തിലുള്ളത് ചിന്തിപ്പിന്ന് പറയുന്നുണ്ടോ? ഏതെങ്കിലും ഒരു പ്രവാചകൻ നിങ്ങളോട് ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ, ബ്രദറെ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മറക്ക്, ഇതിനു വേണ്ടി ജീവിക്കുന്നത് നിർത്ത്, ഉയരത്തിലുള്ളത് അന്വേഷിക്ക് എന്ന് ആരെങ്കിലും ഒരു പ്രവാചകൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നുണ്ടോ? ഇല്ലെങ്കിൽ അയാൾ നിങ്ങളെ വീണ്ടും, വേദപുസ്തകം കൃത്യമായിട്ട് പറയുന്നു, മോഹിക്കരുത്.
ഇവർ വന്ന് പിന്നെയും പറയുന്നത്, നിങ്ങൾ സ്വപ്നം കാണണം ബ്രദറെ, സ്വപ്നം കാണണം. വെറുതെ കാർ എന്ന് പറഞ്ഞാൽ പോലെ കാറ് സ്വപ്നം കാണണം. മോഹിക്കരുതെന്ന് കർത്താവ് പഠിപ്പിച്ചപ്പോൾ ഇവർ പറയുക ഇഷ്ടംപോലെ മോഹിച്ചോളാൻ. So basically they are teaching against the Bible and biblical principles. അവിടെ രൂപാന്തരം ഉണ്ടാകത്തില്ല. പിന്നെ മണ്ണ് തിന്നാനായിട്ട് നിങ്ങളെ പറഞ്ഞു വിടുന്നവരാണ് ഇന്നത്തെ ക്രൂസൈഡ് പ്രീച്ചേഴ്സും ടെലിവിഷൻ പ്രീച്ചേഴ്സും. ഞാൻ ടെലിവിഷൻ പ്രീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ആഴ്ചയിൽ 3 ദിവസവും ടെലിവിഷനിൽ പ്രസംഗിക്കുന്ന ആളാണ്, അത് വേറെ കാര്യം. പക്ഷേ ഞാൻ ടെലിവിഷനിൽ പ്രസംഗിക്കുന്നത് ഈ ടെലിവിഷൻ പ്രീച്ചേഴ്സിനെതിരായിട്ട് തന്നെയാണ്. എതിരായിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതായത് ടെലിവിഷൻ്റെ ഓണേഴ്സ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞതാ, എൻ്റെ പൊന്നു സായിച്ചായ ഇതുങ്ങൾ പറഞ്ഞത് കേട്ട് പക്ഷേ ഞങ്ങളുടെ പ്രോഗ്രാമൊക്കെ അവർ സ്പോൺസർ ചെയ്ത് കാര്യങ്ങളൊക്കെ നടത്തുന്നത് കൊണ്ട് ഞങ്ങൾക്കൊന്നും പറയാനും പറ്റത്തില്ല. സായിച്ചാൻ ഇതിനെതിരായിട്ട് പ്രസംഗിച്ചു, 1 രൂപയും തരണ്ടാന്ന്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അതുകൊണ്ട് ടെലിവിഷൻ കേൾക്കുന്നതിനല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച്, ടെലിവിഷൻ പ്രീച്ചേഴ്സ് എത്ര പേര് സ്വർഗീയമായതിലേക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെയും മണ്ണ് തിന്നാനല്ലേ നിങ്ങളെ പഠിപ്പിക്കുന്നത്? നിങ്ങളിൽ വീണ്ടും ദുർമോഹങ്ങൾ കുത്തിവെക്കുകയല്ലേ അവർ ചെയ്യുന്നത്? ഈ കാലഘട്ടത്തിലെ വലിയൊരു പ്രശ്നമാണ്. അതെന്താണെന്നറിയാമോ? നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികയാൽ തെറ്റിപ്പോകുന്നു. ശരിയായി ദൈവവചനം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാര്യത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. അതായത് ഈ വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ വചനം പ്രസംഗിക്കുന്നത്. അല്ലാതെ കുറച്ച് ഒരു എൻ്റർടൈൻമെൻ്റ് ഒന്നും അല്ല. വചന കേൾവി എന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻമെൻ്റ് അല്ല. രൂപാന്തരം വരുത്തുന്നില്ലെങ്കിൽ ആ വചനം കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നില്ല. ഒരു പ്രോഗ്രാമിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം അല്ല ഇത്. അത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമുക്കുണ്ടാകുന്നൊരു പ്രശ്നം ഇതാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പ്രോഗ്രാം ഓറിയൻറ്റഡ് ആകും. അതൊരിക്കലും സംഭവിക്കാനായിട്ട് പാടില്ല. ദൈവസഭയിൽ നമ്മൾ എപ്പോഴും ഒരു ലക്ഷ്യബോധത്തോടുകൂടെ, എന്താണ് നമ്മുടെ ലക്ഷ്യം? ദൈവത്തിൻ്റെ വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതായിരിക്കണം. അല്ലെ പിന്നെ വചന പഠനം കൊണ്ട് പ്രധാനമായ പ്രശ്നം ഉണ്ടാകുന്നില്ല. നമുക്ക് ഇടയ്ക്ക് ഞാൻ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ കയറി പറയും. അത് നമ്മുടെ പ്രായോഗികമായ പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ ഇനിയുള്ള ഈ സെഷനിൽ നമ്മൾ ഈ വേദഭാഗത്തിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ മത്തായിയുടെ ഈ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികയാലല്ലയോ തെറ്റിപ്പോകുന്നത്. ഇതേ വേദഭാഗം തന്നെ നമ്മൾ കാണുന്ന വേറെ വേദഭാഗങ്ങളുണ്ട്. മത്തായിയുടെ സുവിശേഷം, മർക്കോസിലാണ് ഇത് നമ്മൾ കണ്ടത്. മത്തായിയുടെ സുവിശേഷം 22-ന്റെ 23 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ ഇതിൻ്റെ പശ്ചാത്തലം പറയുന്നുണ്ട്. അതേപോലെ ലൂക്കോസിൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 27 മുതലുള്ള വാക്യങ്ങളിലും ഇതേപോലെ തന്നെ ഇതിൻ്റെ പശ്ചാത്തലം പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 വേദഭാഗങ്ങളും നമ്മളൊന്ന് വായിക്കണം. വാസ്തവത്തിൽ സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അവിടെയുള്ള വേദഭാഗത്തിൻ്റെ പാരലൽ പാസേജൂടെ വായിച്ചാൽ അത് കുറച്ചുകൂടെ നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണല്ലോ അത് പല സ്ഥലങ്ങളിലായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയത് തന്നെ. അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മളിത് കണ്ടതിൻ്റെ തന്നെ വേദഭാഗം മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 33 വരെയും ഉണ്ട്. അതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അതിൻ്റെ പശ്ചാത്തലം വളരെ കൃത്യമായിട്ട് അതിൻ്റെ 20-ാം അധ്യായത്തിൽ 27 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നുണ്ട്. അതിൻ്റെ ആ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഞാനതൊന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം എല്ലാം വായിക്കണം, പക്ഷേ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നമ്മളെല്ലാം വായിക്കുന്നില്ല. ഇവിടെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ വേദഭാഗം മാത്രം നമ്മളൊന്ന് വായിക്കുകയാണ്. 20-ാം അധ്യായത്തിൻ്റെ 27 മുതലുള്ള വാക്യങ്ങൾ, ലൂക്കോസ് 20-ന്റെ 27 മുതലുള്ള വാക്യങ്ങൾ. പുനരുത്ഥാനം ഇല്ല എന്ന് പറയുന്ന സദൂക്യരിൽ ചിലർ അടുത്തു വന്ന് അവനോട് ചോദിച്ചത്, ഗുരു, ഒരുത്തൻ്റെ സഹോദരൻ വിവാഹം കഴിച്ചിട്ട് മക്കളില്ലാതെ മരിച്ചു പോയാൽ അവൻ്റെ സഹോദരൻ അവൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ച് സഹോദരന് സന്തതിയെ ജനിപ്പിക്കണമെന്ന് മോശെ എഴുതിയിരിക്കുന്നു. എന്നാൽ 7 സഹോദരന്മാർ ഉണ്ടായിരുന്നു. അവരിൽ ഒന്നാമത്തവൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു, മക്കളില്ലാതെ മരിച്ചുപോയി. രണ്ടാമത്തവനും മൂന്നാമത്തവനും അവളെ പരിഗ്രഹിച്ചു. അവണ്ണം 7 പേരും ചെയ്തു, മക്കളില്ലാതെ മരിച്ചുപോയി. ഒടുവിൽ സ്ത്രീയും മരിച്ചു. എന്നാൽ പുനരുത്ഥാനത്തിൽ അവൾ അവരിൽ ഏവന് ഭാര്യയാകും. എല്ലാവർക്കും 7 ഭാര്യയായിരുന്നുവല്ലോ. ഇതാണ് അതിൻ്റെ പശ്ചാത്തലം. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരാണ് ഇത് ചോദിക്കുന്നത്? ആരാ ചോദിക്കുന്നത്? സദൂക്യരാണ് ചോദിക്കുന്നത്. ഈ സദൂക്യരുടെ പ്രത്യേകത ലൂക്കോസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
പുനരുത്ഥാനം ഇല്ല എന്ന് പറയുന്ന സദൂക്യർ. അപ്പം അവർ പറയുന്നത് തന്നെ എന്താണ്? പുനരുത്ഥാനം ഇല്ല. എന്നിട്ട് അവർ വന്ന് ചോദിക്കുക, ഇവൻ പുനരുത്ഥാനത്തിൽ ആരുടെ ഭാര്യയായിരിക്കുമെന്ന്. അപ്പം അതിൻ്റെ അർത്ഥം എന്നാ? ഇവൻ അറിയാൻ വേണ്ടി ചോദിക്കുന്നതൊന്നും അല്ല, ഇവൻ കൊടുക്കാൻ ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. പലപ്പോഴും ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് സംശയത്തിൽ നിന്നല്ല. സംശയത്തിൽ നിന്നല്ലാതെ ചോദിക്കുന്നവനോട് നമ്മൾ ഉത്തരം പറഞ്ഞാലും അവന് ഗ്രഹിക്കാനൊന്നും കഴിയത്തില്ല. കാര്യം യൂദായുടെ ലേഖനം 23-ാം വാക്യത്തിൽ നമ്മളൊരു വാക്യം വായിക്കുന്നത്, ഷോ കമ്പാഷൻ ടുവേർഡ്സ് ദോസ് ഹു ആർ ഇൻ ഡൗട്ട്. സംശയിക്കുന്നവരായ ചിലരോട് കരുണ കാണിപ്പിൻ. അതിൻ്റെ അർത്ഥം സംശയിക്കുന്നവരോടേ കരുണ കാണിക്കാൻ കഴിയൂ എന്നാണ്. ഇവിടെ സംശയത്തോടല്ല പലരും വന്ന് ചോദ്യം ചോദിക്കുന്നത്, കൺവിക്ഷനോടാണ്. കൺവിക്ഷനോടെ വന്ന് ചോദിക്കുന്നവനോട് നമ്മൾ വെറുതെ തർക്കിച്ചിട്ട് കാര്യമൊന്നുമില്ല. സംസാരിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. കാരണം നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഇവൻ സംശയത്തോടെയാണോ വരുന്നത് അതോ അവൻ്റേതായിട്ടുള്ള കൺവിക്ഷൻസോടുകൂടിയാണോ വരുന്നത്? ഇവിടെ പുനരുത്ഥാനം ഇല്ല എന്ന് പറയുന്ന സദൂക്യർ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, ഗുരു, മോശ എഴുതിയിട്ടുണ്ട്, ഒരുത്തൻ വിവാഹം കഴിച്ചിട്ട് മക്കളില്ലാതെ മരിച്ചു പോയി കഴിഞ്ഞാൽ അവൻ്റെ സഹോദരൻ അവന് ദേവരധർമ്മം നിർവഹിച്ചു കൊടുക്കണം. അങ്ങനെ 7 പേരുണ്ടായിരുന്നു, 7 പേരും അവളെ പരിഗ്രഹിച്ചു, ആർക്കും മക്കളില്ലായിരുന്നു, ഒടുവിൽ സ്ത്രീയും മരിച്ചു. എന്നാൽ പുനരുത്ഥാനത്തിൽ, അവിടെ എഴുതിയിരിക്കുന്നതാണ്, എന്നാൽ പുനരുത്ഥാനത്തിൽ അവൾ അവരിൽ ഏവന് ഭാര്യയാകും, 7 പേർക്കും ഭാര്യയായിരുന്നുവല്ലോ. അപ്പം ഇവൻ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാത്തവനാണ്. അവനാ ചോദിക്കുന്നത്, പുനരുത്ഥാനത്തിൽ ഇവൾ ആർക്ക് ഭാര്യയാകും എന്ന് ചോദിക്കുന്നതായ കാര്യം. അപ്പൊ പുനരുത്ഥാനത്തിൽ എന്തുകൊണ്ട് ഇവർ വിശ്വസിക്കുന്നില്ല? ഇവരുടെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത് സദൂക്യർ. അപ്പം വേദപുസ്തകത്തിൽ പുനരുത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ? സ്വാഭാവികമായും നമുക്കൊരു ചോദ്യം ചോദിക്കാം, അവർ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാത്തതിൻ്റെ കാര്യം എന്താണ്? ദാനിയേൽ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദാനിയേലിൻ്റെ പ്രവചനം, ഞാനൊന്ന് ആ ഭാഗം ഒന്ന് വായിക്കാം. ദാനിയേലിൻ്റെ പ്രവചനം അതിൻ്റെ 12-ാം അധ്യായത്തിൽ അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. ആരാ എഴുതിയിരിക്കുന്നത്? ദാനിയേൽ പ്രവചനത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കായി ഉണരും. അപ്പോൾ പുനരുത്ഥാനത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ? ഉണ്ട്. പക്ഷെ പ്രോബ്ലം, സദൂക്യർ പറയുന്നത് അത് ദൈവവചനമല്ലെന്നാ. സദൂക്യർ പറയുന്നത് തിരുവെഴുത്തെന്ന് പറയുന്നത് എന്തേ ഉള്ളൂ? മോശയുടെ 5 പുസ്തകങ്ങളേ ഉള്ളൂ തിരുവെഴുത്ത്, ബാക്കി ഒന്നും തിരുവചനമല്ല എന്ന് പഠിപ്പിക്കുന്നവരാണ് സദൂക്യർ. അവർ പറഞ്ഞു ദാനിയേല് തിരുവെഴുത്തല്ല, അവർ മോശയുടെ പഞ്ചൈക ഗ്രന്ഥങ്ങൾ മാത്രമാണ് തിരുവെഴുത്തായിട്ട് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് വേദപുസ്തകത്തെ മുഴുവനായി സ്വീകരിക്കാതിരുന്ന ആളുകളാണ് സദൂക്യർ. ഓക്കെ, അതുകൊണ്ട് യേശു ദാനിയേൽ പ്രവചനത്തിൽ നിന്ന് ഒരു ഉദ്ധരണി പറഞ്ഞ് അവരുടനെ പറയും, അത് ദാനിയേലല്ലേ പറഞ്ഞു, അത് മോശയുടെ തിരുവെഴുത്തല്ലല്ലോ എന്ന് പറയും. അതാണ് പ്രശ്നം. എന്നാൽ വാസ്തവം എന്താണ്? നമ്മൾ 2 തിമോത്തിയോസിൻ്റെ ലേഖനം വായിക്കുമ്പോൾ 2 തിമോത്തേയോസ് അവിടെ അതിൻ്റെ 3-ാം അധ്യായത്തിൽ അതിൻ്റെ 16-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് എന്താണ്? എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണെന്നാണ്. എല്ലാ തിരുവെഴുത്തും. പക്ഷെ ഇത് ഇവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് യേശു എന്ത് ചെയ്തെന്നറിയാമോ? യേശു ഇവർക്ക് മറുപടി പറയുന്നത്, നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അതിൻ്റെ 20-ാമത്തെ അധ്യായത്തിൽ തന്നെ യേശു ഇവരോട് മറുപടി പറയുന്നത് എവിടുന്നാണെന്ന് ചോദിച്ചാൽ
ദാനിയേൽ പ്രവചനത്തിൽ നിന്നല്ല. കാര്യം ദാനിയേൽ പ്രവചനത്തിൽ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഇവന്മാർ പറയും എന്തുവാ അത് ദാനിയേൽ പ്രവചനം, അത് മോശയുടെ ഗ്രന്ഥമൊന്നും അല്ല, അതുകൊണ്ട് അതൊന്നും നമുക്ക് ബാധകം അല്ല എന്ന് പറയും. അപ്പോൾ യേശു പറഞ്ഞു, എന്നാൽ അതിന് യേശു ഉത്തരം പറഞ്ഞത് വേഴ്സ് 34, ഈ ലോകത്തിൻ്റെ മക്കൾ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നു, എങ്കിലും ആ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തിനും യോഗ്യരായവർ വിവാഹം കഴിക്കുകയുമില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല, അവർക്ക് ഇനി മരിപ്പാനും കഴിയുകയില്ല. അവർ പുനരുത്ഥാനപുത്രന്മാരാകയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരും ആകുന്നു. അപ്പോൾ കർത്താവ് ഉത്തരം പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ഞാനിത് പറഞ്ഞത് ദാനിയേൽ പ്രവചനത്തിൽ നിന്നല്ല. 37 വാക്യത്തിൽ, മരിച്ചവർ ഉയിർത്തെഴുന്നേൽക്കുന്നു എന്നതോ മോശയും മുൾപ്പടർപ്പ് ഭാഗത്ത് കർത്താവിനെ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവും എന്ന് പറയുന്നതിനാൽ സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ എവിടെ നിന്നാണ് കർത്താവ് ഉദ്ധരിച്ചത്? മോശയുടെ ഗ്രന്ഥത്തിൽ നിന്ന്. നമുക്കിപ്പം നമുക്ക് മോശയുടെ ഗ്രന്ഥത്തിൽ ഇപ്പോൾ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ ഓരോന്നിനും അധ്യായവും വാക്യവും ഒക്കെ ഉണ്ട്. പക്ഷേ യേശുവിൻ്റെ കാലത്തൊന്നും ഇതുപോലെ അധ്യായവും വാക്യവും തിരിച്ചിട്ടില്ല, അതങ്ങനെ എഴുതിപ്പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഓരോ ഭാഗം വെളിപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്നത് ആ ഏത് ഭാഗത്താണ് പറയുന്നതെന്നാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു മുൾപ്പടർപ്പ് ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, മോശയ്ക്ക് ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ഭാഗത്ത് എന്ന അർത്ഥത്തിലാണ്. 3-ാം അധ്യായത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അധ്യായം തിരിച്ചിട്ടില്ല. അതുകൊണ്ട് കർത്താവ് പറയാണ്, നിങ്ങൾ പറയുന്ന ദൈവവചനമെന്ന് നിങ്ങൾ പറയുന്ന മോശയുടെ ഗ്രന്ഥത്തിൽ തന്നെ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനാകുമ്പോൾ മോശയോട് പറയുന്നു, ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു എന്ന് ദൈവം പറയുന്നു. ഇത് പറയുമ്പോൾ അബ്രഹാം എവിടെ? മരിച്ചുപോയി. ഇസഹാക്ക് എവിടെ? മരിച്ചുപോയി. യാക്കോബ് എവിടെ? മരിച്ചുപോയി. അപ്പോൾ അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും മരിച്ചുപോയില്ലേ? എന്നിട്ട് ദൈവം പറയുകയാണ്, ഞാൻ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. ദൈവമായിരുന്നെന്നല്ല പറയുന്നത്. ഞാൻ അബ്രഹാം ഉണ്ടായിരുന്നപ്പോൾ അബ്രഹാമിൻ്റെ ദൈവമായിരുന്നു, ഇസ്ഹാക്കിൻ്റെയും ദൈവമായിരുന്നു എന്നല്ല പറയുന്നത്. ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം ആകുന്നു. എന്നിട്ട് പറയുകയാണ്, ദൈവമോ വേഴ്സ് 38, മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവം അത്രേ, എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നുവല്ലോ. മനസ്സിലായോ എന്താ അതിൻ്റെ അർത്ഥം? കുഞ്ഞുങ്ങളെ, ദൈവത്തിന് എല്ലാവരും ജീവിച്ചിരിക്കുകയാണ്. മരണം കൊണ്ട് ആരും തീർന്നു പോകുന്നില്ല. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. അത് ഞാൻ ദാനിയേൽ പ്രവചനത്തിൽ നിന്ന് പറഞ്ഞാൽ നീ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. നീ പറയുന്ന മോശയുടെ ന്യായപ്രമാണത്തിൽ ദേണ്ട ഇങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തു. യു ഗെറ്റ് മൈ പോയിന്റ്? പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ വേദപുസ്തകത്തെ മുഴുവനായി അക്സെപ്റ്റ് ചെയ്യാത്ത ആളുകളുടെ അടുത്ത് അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഭാഗത്തിൽ നിന്ന് തന്നെ കർത്താവ് പറയാണ്. അതിൻ്റെ അർത്ഥം ദാനിയേൽ പ്രവചനം തിരുവഴുത്തല്ലെന്നല്ല, ഇവൻ തർക്കിക്കാൻ വന്നവനായതുകൊണ്ട് അത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അവർ പറയുന്നത് എന്താണ്? എന്താ തിരുവഴുത്തെന്ന് പറയുന്നത്? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഫിനിഷ്. എന്നാൽ പിന്നെ നീ പറഞ്ഞെടുത്തുനിന്ന് തന്നെ ഞാൻ പറയാം. ഇത്രയേ ഉള്ള അർത്ഥം. നീ പറഞ്ഞെടുത്തുനിന്ന് തന്നെ ഞാൻ പറയാം. അവൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു. ആയിരുന്നു എന്നല്ല, ആകുന്നു. എന്നിട്ട് പറയാണ്, ഇത് പറയുമ്പോൾ, ദൈവം പറയുമ്പോൾ, മോശയോട് സംസാരിക്കുമ്പോൾ അബ്രഹാമോ ഇസഹാക്കോ യാക്കോബോ ഭൂമിയിലില്ല, അവർ മരിച്ചു. പക്ഷെ ദൈവത്തിന് അവർ മരിച്ചില്ല, അവർ ജീവിക്കുന്നു. അവൻ മരിച്ചവരുടെ ദൈവമല്ല, അവൻ ജീവനുള്ളവരുടെ ദൈവമാണ്. ഹല്ലേലൂയ. ഓക്കെ. അതിന് ചില ശാസ്ത്രിമാർ, ഗുരു നീ പറഞ്ഞത് ശരിയെന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ അവനോട് ഒന്നും ചോദിപ്പാൻ അവർ തുനിഞ്ഞതുമില്ല. പലപ്പോഴും ഈ ചോദ്യവും ചോദിച്ചുകൊണ്ട് വരുന്ന ദുരുപദേശക്കാരുണ്ടല്ലോ, അവർ ഈ പാവങ്ങളെ വലയ്ക്കാൻ നോക്കുന്നു. ഒരുമാതിരി വേദപുസ്തകം അറിയാവുന്ന ആളുകളുടെ അടുത്തൊന്നും ചെന്ന് അവരെ ഒന്നും കളിപ്പിക്കാനൊന്നും ഇവന്മാർക്ക് പറ്റത്തില്ല. നിങ്ങൾ തന്നെ ആലോചിച്ചോ, ഈ ദുരുപദേശക്കാരെല്ലാം ആരെയാ വഞ്ചിക്കുന്നത്?
വചനം അറിയാൻ വയ്യാത്തവരെയാ. വചനം അറിയാൻ വയ്യാത്തവരെ വഞ്ചിക്കുന്ന ദുരുപദേഷ്ടാക്കന്മാർ ധാരാളമുണ്ട്. അവർ ഭയങ്കര കൺവിൻസിങ് ആയിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതാണ് വലിയ പ്രശ്നം. ഇപ്പൊ യഹോവ സാക്ഷികളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കൺവിൻസിങ് ആയിട്ട് ഇവന്മാർ സംസാരിക്കും. ആരെയാ വഞ്ചിക്കാൻ നോക്കുന്നത്? ചിലപ്പോൾ ഒരുമാതിരി വിവരമുള്ളവരെ തന്നെ വഞ്ചിച്ച് കളയും. ഞാൻ പണ്ട് ഏകദേശം 30 വർഷം മുമ്പ് മല്ലപ്പള്ളിയിലെ കുറച്ച് ശുശ്രൂഷകർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു. അപ്പം ഞാനവിടെ ഇല്ലാതിരുന്ന ഒരു സന്ദർഭത്തിൽ യഹോവ സാക്ഷികൾ വന്നിട്ട് ഇവരുടെ അടുത്ത് കയറി സംസാരിച്ചു. അപ്പം ഞങ്ങളുടെ ഒരു അപ്പാപ്പനുണ്ട്. അപ്പാപ്പൻ ഒരുമാതിരി വേദോസമൊക്കെ അറിയാവുന്ന ആളാണ്. അദ്ദേഹം TLCയുടെ പുസ്തകങ്ങളൊക്കെ കുത്തിപ്പിടിച്ചിരുന്ന് വായിക്കുന്ന ഒരാളാണ്. എല്ലാം സംസാരിച്ച് കഴിഞ്ഞ് അപ്പാപ്പൻ എന്തെങ്കിലും പറയുമ്പോൾ ഇവർ പറയും, അത് അച്ചായ, അത് മലയാളം വേദപുസ്തകത്തിൽ അങ്ങനെയാണെങ്കിലും എന്തുവാ മൂലഭാഷയിൽ അങ്ങനല്ല. അപ്പം അച്ചായൻ നന്നായിട്ട് ബൈബിൾ അറിയാം, പക്ഷേ മൂലഭാഷയിൽ അങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹത്തിന് അത്രയും അറിയത്തില്ല. അദ്ദേഹം ഞാൻ കേരളത്തിൽ മടങ്ങി വരുന്ന സമയം നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്കൊരു ദിവസം കാണാമെന്ന് പറഞ്ഞ് ഞാൻ വരുന്ന സമയത്ത്, അപ്പോൾ ഈ പാസ്റ്റർമാരോടൊക്കെ ഇവന്മാർ സംസാരിക്കുന്നുണ്ട്, ശുശ്രൂഷകളോടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇവരൊരു ഡിബേറ്റ് സംഘടിപ്പിച്ച് വെച്ചിരിക്കുക യഹോവ സാക്ഷികളുമായിട്ട്. എനിക്കാണെങ്കിൽ ഇവന്മാരോട് സംസാരിക്കാൻ യാതൊരു താല്പര്യമില്ല. കാര്യം ഇവന്മാരെ നന്നാക്കാൻ പറ്റുകയെന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മുമ്പേ പറഞ്ഞതുപോലെ സംശയവുമായിട്ടല്ല വരുന്നത്, കൺവിക്ഷൻസുമായിട്ടാണ് വരുന്നത്. പക്ഷേ ഒരു ശുശ്രൂഷകൻ എന്നോട് ചോദിച്ചു, അച്ഛാ ഇനി ഇവന്മാർ പറയുന്നതാ ശരിയെങ്കിലോ? അപ്പം ഞാൻ ചിന്തിച്ച് ഇത് വിട്ടുകളയാൻ പറ്റത്തില്ല. കാര്യം യഹോവ സാക്ഷി നന്നായില്ലെങ്കിലും എൻ്റെ കൂട്ടു സഹോദരനെ എനിക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പം ഇത് മനസ്സിലാക്കി കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു, ഈ ദിവസം വരുന്നത് ഈ സംസാരിച്ചവരല്ല വരുന്നത്, അവരുടെ അങ്ങനെയാണല്ലോ അവരുടെ ഒരു പരിപാടി. അതായത് അവരുടെ എല്ലാം പഠിച്ചിറങ്ങിയ ടീച്ചേഴ്സിനെ കൊണ്ടുവരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പറഞ്ഞ ദിവസം ഇവർ ടീച്ചേഴ്സിനെയും കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇദ്ദേഹം 20 വർഷമായിട്ട് യഹോവ സാക്ഷികളുടെ ഇൻസ്ട്രക്ടറാണ്, ഒരാൾ 16 വർഷം, അങ്ങനെ 2-3 പേരെ കൊണ്ട് വന്നു. അവരിൽ നിന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അപ്പാപ്പൻ ഇച്ചിരി ചൂടായപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം ഞാനൊരു മുറിക്കൈ ഷർട്ടും ഒക്കെ ഇട്ട് ഒരു പൈജാമയോട്ടൊക്കെ ഇരിക്കുക. ഇവർ എന്നെ ശ്രദ്ധിക്കുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇവർ പറഞ്ഞപ്പോഴത്തേക്ക് അപ്പാപ്പൻ ചൂടായപ്പോഴത്തേക്ക് ഞാൻ അപ്പാപ്പനോട് പറഞ്ഞു, അപ്പം അവർ പറയുന്നത് നമുക്ക് കേൾക്കാം, അവർ പറയട്ടെ. അപ്പോൾ ഇവർക്കൊരു ഇൻട്രസ്റ്റ് ആയി, ഇവനെയെങ്കിലും വളയ്ക്കാൻ പറ്റുമെന്ന് എന്നെ എന്നുള്ള ഒരു ചിന്തയായി. 3.5 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചു. ഞാൻ മുഴുവനും നോട്ട് ചെയ്ത് വെച്ചു. 3.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി എനിക്ക് സംസാരിക്കാം? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സംസാരിക്കാൻ ശരിക്കും സമയം തരണം, കാര്യം എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, യഹോവ എന്ന വാക്ക് പുതിയ നിയമത്തിൽ യേശു ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞത് യേശു യഹോവയല്ല. ഞാൻ പറഞ്ഞു, യഹോവ എന്ന വാക്ക് മോശയോട് കർത്താവ് പറയുമ്പോൾ ഐ ആം ഹു ഐ ആം എന്ന് പറയുന്ന വേദഭാഗത്ത് വയാഹ് എന്ന് പറയുന്ന ഹീബ്രു വേർഡിൽ നിന്നാണ് അതുണ്ടായിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന് പറയുന്നിടത്ത് ഈ വയാഹ് എന്ന് പറയുന്നതിൻ്റെ അതേ ധാതുവാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനുണ്ട്, ഐ ആം. എബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നെന്നല്ല കർത്താവ് പറയുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഞാൻ അബ്രഹാമിൻ്റെ, ഇസാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം ആയിരുന്നെന്നല്ല പറയുന്നത്, ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റ് ടെൻസ് ആണ്. ബിഫോർ എബ്രഹാം ഐ ആം. ഐ വാസ് ദെയർ എന്നൊന്നും അല്ല പറയുന്നത്, ഐ ആം, ഞാൻ ഉണ്ട്. അതുകൊണ്ട് ഇതേ വാക്ക് തന്നെയാണ് ഇവിടെ യേശു ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് അവനെ എറിവാൻ അവർ കല്ല് എടുത്തത്. കാര്യം യഹൂദന്മാർക്ക് മനസ്സിലായി ഇവൻ യഹോവ എന്ന വാക്ക് യേശുവിന് വേണ്ടി എടുക്കുകയാണെന്ന്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. അല്ല, അവൻ സർവ്വ സൃഷ്ടിക്കും ആദ്യജാതൻ എന്നെഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ആർക്കൈ എന്ന് പറഞ്ഞൊരു വാക്കാണ്. ആർക്കൈ എന്ന് പറയുന്ന വാക്കിന് ബിഗിന്നിങ് എന്നും ഫസ്റ്റ് എന്നും അതേസമയം ചീഫ് എന്നും അർത്ഥമുണ്ട്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സർവ്വ സൃഷ്ടികളെയും പിതാവിങ്കലേക്ക് അവൻ കൊണ്ടുപോകുമ്പോൾ ഹീ ഈസ് ദ ചീഫ്റ്റൻ ഓഫ് ദി ആർമി, ഓർ ഏറ്റവും മുന്നിൽ നടക്കുന്നത് യേശു ആണെന്നാണ് അവിടെ പറയുന്നത്. അതായത്
സർവ്വ സൃഷ്ടികളെയും പിതാവിൻ്റെ സന്നിധിയിലേക്ക് മടക്കി കൊണ്ടുപോകുമ്പോൾ വീണ്ടെടുത്ത യേശു മുന്നിൽ നടക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ആർക്കൈ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ ആദ്യ ജാതൻ എന്ന അർത്ഥത്തിലല്ല. ഈസ് ദ ചീഫ്റ്റൻ ഓഫ് ദി സോൾജ് ഓർ ദി ആർമി എന്ന് പറയാൻ പറ്റിയല്ല. ആ പോകുന്നവരുടെ മുമ്പിൽ ഇവരെ നയിക്കുന്ന വ്യക്തി എന്ന നിലയിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞു, നമുക്ക് മലയാളം വേദോസം വെച്ചേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചോദിച്ചാടാ, എൻ്റെ അടുത്ത് നീ മൂലഭാഷയും പറഞ്ഞുകൊണ്ട് വന്നിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വേദപുസ്തകത്തെ ശരിയായി പഠിക്കാത്ത ആളുകളുടെ അടുത്ത് വന്നാണ് ദുരുപദേശങ്ങൾ മുഴുവൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള പഠനങ്ങൾ എന്ന് പറയുന്നത് ദുരുപദേശക്കാരെ നന്നാക്കാനല്ല, പ്രത്യുത അവർ നമ്മളെ തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയാണ്. തെറ്റാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികയാൽ അല്ലയോ തെറ്റിപ്പോകുന്നത്. വഞ്ചിക്കുന്നവരുമുണ്ട്, വഞ്ചിക്കപ്പെടുന്നവരുമുണ്ട്. വഞ്ചിക്കുന്നവരെ പെട്ടെന്നൊന്നും നമുക്ക് തിരുത്തിക്കൊണ്ട് വരാനൊന്നും പറ്റില്ല. പക്ഷേ വഞ്ചിക്കപ്പെടുന്നവർ, പലപ്പോഴും തെറ്റിക്കുന്നവരുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ബൈബിൾ ക്ലാസ്സസ് നടത്തുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. എന്തിനാണ്? സാധാരണക്കാരായ വിശ്വാസികൾ ഈ വഞ്ചകരുടെ വാക്ചാതുര്യത്തിൽ പെട്ടുപോകരുത്. ഇവർ ഭയങ്കര വാക്ചാതുര്യമുള്ളവരാ. ഇവർ നോക്കിക്കേ, അതെ പുനരുത്ഥാനം ഉണ്ടോ എന്നൊന്നും അല്ലല്ലോ ചോദിച്ചത്. വലിയ സ്റ്റോറിയൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഇവർ വരുന്നത് ചുമ്മാ ഒരു ചോദ്യം ഒന്നും ചോദിച്ചുകൊണ്ടല്ല. ഭയങ്കരമായിട്ട് സ്റ്റോറികളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് കഴിയുമ്പോൾ നോർമൽ വേയിൽ ആളുകൾക്കത് മനസ്സിലാക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ കാര്യം, നിങ്ങൾ തിരുവെഴുത്തുകളെ ശരിയായ നിലയിൽ ഗ്രഹിക്കാത്തത് കൊണ്ടാണ് നിങ്ങളിത് മനസ്സിലാക്കാത്തത്. എന്നാൽ ഇവർ പറഞ്ഞതുകൊണ്ട് കർത്താവ് സമ്മതിക്കുകയല്ല. പഞ്ചൈക ഗ്രന്ഥങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് കർത്താവ് പറയല്ല. നിങ്ങൾക്ക് ഞാൻ ദാനിയേൽ പ്രവചനത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാനൊരു കാര്യം ചെയ്യാം, പഞ്ചൈക ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ നിനക്ക് തെളിവ് തരാം. അതിൻ്റെ അർത്ഥം ബാക്കി വേണ്ടെന്നല്ല, ബാക്കി എല്ലാം തിരുവെഴുത്താണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വേദഭാഗം പൗലോസ് പറയുന്നത് 2 തിമോത്തിയോസ് 3:14 നമ്മൾ കാണുന്നത് എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാണ്. അതായത് വേദപുസ്തകത്തിൻ്റെ ഒരു ചെറിയ ഭാഗം പോലും നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റില്ല. ദ ബൈബിൾ, വേദപുസ്തകം മൊത്തമായിട്ട് നമ്മൾ പഠിച്ചാലേ പറ്റുള്ളൂ. അതിനകത്തുനിന്ന് ചില ഭാഗം മാത്രമേ തിരുവചനമുള്ളൂ എന്ന് പറയുന്ന ആധുനിക സദൂക്യർ ഒത്തിരി ഉണ്ട്. ഇന്നും പല ആളുകളും ഈ സദൂക്യരെ പോലെ തന്നെ അവർ പഞ്ചൈക ഗ്രന്ഥങ്ങൾ മാത്രമാണ് അക്സെപ്റ്റ് ചെയ്തതെങ്കിൽ ചിലർ പറയുന്നത് അതൊക്കെ പഴയ നിയമത്തിൽ, പുതിയ നിയമത്തിലല്ല, പഴയ നിയമത്തിൽ. അതൊക്കെ പഴയ നിയമത്തിൽ. പഴയ നിയമം എന്തുവാ? അഴുക്കാണോ? മോശമാണോ? എന്തോ നിങ്ങൾ ഈ പറയുന്നത്? പഴയ നിയമം സാത്താൻ്റെ വചനമാണോ? ആണോ? അല്ല. ഇറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗാഡ്. ദാറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗാഡ്. ആരെങ്കിലും ഒരാൾ പഴയ നിയമം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പിശാചിൻ്റെ ഏജന്റായിട്ട് പ്രവർത്തിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അവർ അറിഞ്ഞോണ്ടോ അറിയാതെയോ ആയിരിക്കാം. ചിലപ്പോൾ ഈ പറയുന്നവരും പാവങ്ങളായിരിക്കും. ഈ ദുരുപദേശം പറയുന്ന പല ആളുകളും ഞാൻ നോക്കിയിട്ടുണ്ട്. ഇവർ പാവങ്ങളാണ്, പക്ഷേ പിശാച് അവരെ വഞ്ചിച്ചിരിക്കുക. എന്തോ ചെയ്യാനാ? പക്ഷെ ആ വഞ്ചനയും നിങ്ങളൂടെ പെട്ടുപോകരുത്. യു ഗെറ്റ് മീ? എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അവർ പറയുന്നത് യേശു ക്രിസ്തു വന്നതോടുകൂടെ പഴയ നിയമം പോയി, ഇനി പഴയ നിയമമില്ല. യേശു എല്ലാ പഴയ നിയമം എല്ലാം മാറ്റി പുതുതാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഇനിയിപ്പം പഴയ നിയമം ആവശ്യമില്ല എന്ന് പറയുന്നതായ ആളുകൾ. പക്ഷെ എന്താണ് സത്യം? യേശുവിൻ്റെ വാക്കുകൾ തന്നെ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അതിന് പഴയ നിയമത്തിൽ നിന്നൊന്നും പറയണ്ട. ഇവർ പറയുന്നത് പുതിയ നിയമം മാത്രമേ ഉള്ളൂ ദൈവവചനം, പഴയ നിയമം ദൈവവചനമല്ലെന്ന് പറയുന്നവരോട് എനിക്ക് പുതിയ നിയമത്തിൽ നിന്ന് തന്നെ കാര്യം, പഞ്ചൈക ഗ്രന്ഥങ്ങൾ മാത്രമേ തിരുവെഴുത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ എന്ത് ചെയ്യുന്നു? കർത്താവ് എന്ത് ചെയ്യുന്നു? പഞ്ചൈക ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ, മോശയുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ തെളിവ് പറയുന്നത് പോലെ ഞാൻ പുതിയ നിയമത്തിൽ നിന്ന് തന്നെ തെളിവ് തരാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം നിങ്ങളെല്ലാം വായിച്ചിട്ടുള്ളതാണല്ലോ. അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ
അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നത് എന്താണ്? ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. ആര് പറഞ്ഞതാ? ദാവീദ് പറഞ്ഞതല്ല. ആര് പറഞ്ഞതാ? യേശു പറഞ്ഞത്. നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ വന്നതോടുകൂടെ പഴയ നിയമമെല്ലാം പോയി, പ്രവാചകന്മാർ പോയി, ന്യായപ്രമാണം പോയി എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. അവിടെ നിവർത്തിപ്പാൻ എന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ആ ന്യായപ്രമാണം വിശദീകരിച്ചു തരുവാനാണ് ഞാൻ വന്നതെന്ന്, അല്ലാതെ കാൽവറി ക്രൂശിൽ നിവർത്തിക്കുന്ന കാര്യമല്ല. അത് മറ്റൊരു തെറ്റിദ്ധാരണ, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. കാൽവറി ക്രൂശിൽ യേശു കർത്താവ് ന്യായപ്രമാണം നിവർത്തിക്കുകയല്ല, ഇതാ സകലതും നിവൃത്തിയായി എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ട പാപപരിഹാരം ഞാൻ കൊടുത്തുവീട്ടി എന്നാ പറയുന്നത്, അല്ലാതെ കാൽവറി ക്രൂശിൽ ന്യായപ്രമാണത്തെ മാറ്റിയെന്നല്ല. അവിടെ നിവൃത്തിയായി എന്ന് പറയുന്ന വാക്ക് തന്നെ അതാണ്. അവിടെ നിവൃത്തിയായി എന്ന് പറയുന്നത് ഞാനത് കൊടുത്തുവീട്ടി. ഇനിയിപ്പോൾ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരമായി ഞാൻ കാൽവറി ക്രൂശിൽ എൻ്റെ മരണം കൊണ്ട് പാപപരിഹാരം വരുത്തിയിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ടെറ്റലസ്റ്റായ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അല്ലാതെ യേശു കർത്താവ് കാൽവറി ക്രൂശിൽ നിവൃത്തിയായി എന്ന് പറഞ്ഞത് ന്യായപ്രമാണത്തെക്കുറിച്ചല്ല. കാരണം കർത്താവ് പറഞ്ഞു ഞാൻ വന്നത് ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ. നിവർത്തിപ്പാൻ എന്നുള്ളതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. പിന്നീട് കർത്താവ് പറയുന്നത് മുഴുവൻ പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തെ വിശദീകരിക്കുകയാണ്. അതാണ് നിവർത്തിക്കുക എന്ന് പറയുന്നത്. അതായത് ന്യായപ്രമാണം തന്നപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്താണെന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ കാണുന്നത്. അതാണ് പറഞ്ഞത് ഞാൻ ഇത് നിവർത്തിക്കുവാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണതയിൽ നിങ്ങൾ അനുസരിക്കേണ്ടതിന് നിങ്ങൾക്ക് വിശദീകരിച്ചു തരുവാൻ വേണ്ടി. ഞാനത് കുറച്ചുകൂടെ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നുവെന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലതും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകയില്ല. ന്യായപ്രമാണം പോയെന്ന് പറയുന്നവരോട് പറയണം, നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങി മുകളിലോട്ടൊന്ന് നോക്കിക്കേ, ആകാശം അവിടെ ഉണ്ടോന്ന്. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? ഇവർ പറയുന്നത് ന്യായപ്രമാണം നിവൃത്തിയായെന്ന്. എന്നാൽ മോനെ പുറത്തോട്ടൊന്ന് ഇറങ്ങി നമ്മളൊന്ന് നോക്കിയേ, ആകാശം അവിടെ ഉണ്ടോന്നൊന്ന് നോക്കിക്കാട്ടെ. ഇല്ലേ? അവിടെ പറയുന്നത് അത് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുവോളം സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനയിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? നമ്മൾ മനസ്സിലാകുന്നുണ്ടല്ലോ. എന്നിട്ടാണ് കർത്താവ് ഈ ന്യായപ്രമാണത്തെ വിശദമാക്കുന്നത്. അതാണ് വാസ്തവത്തിൽ ഫുൾഫിൽ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കുള്ള അർത്ഥം അതാണ്. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് പൂർവന്മാരോട് അരുളി ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കർത്താവ് പറയാണ്, എടാ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ട് കൊല ചെയ്യരുത്. ഓക്കെ, പക്ഷേ പരീശന്മാരും ശാസ്ത്രിമാരും കൊല ചെയ്യരുത് എന്നതിനെ അക്ഷരമായിട്ടാണ് എടുത്തത്. കർത്താവ് പറഞ്ഞു അത് നിവൃത്തിയാകണമെങ്കിൽ ഈ കൽപ്പന തന്നപ്പോൾ എൻ്റെ മനസ്സിൽ എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദാറ്റ് മീൻസ് ഹി ഈസ് എക്സ്പ്ലെയിനിങ് ദ ലോ, അല്ലാതെ മാറ്റുകല്ല, എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്.
എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനുള്ള അവകാശം ആർക്കാ? നിയമം തന്നവനാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്, ഇല്ലേ? നിയമം തന്നവന് മാത്രമേ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് പറഞ്ഞു, ഈ ഗ്ലാസ് ഇവിടെ അങ്ങ് വിടല് എന്ന് ഞാൻ പറഞ്ഞെന്ന് വെച്ചു. പറഞ്ഞതുകൊണ്ട് ഈ കൊച്ച് എൻ്റെ മോന് ഗ്ലാസ് ഇവിടെ ഇടുന്നില്ല, അങ്ങ് കൊണ്ട് നടക്കുക. 3-4 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോഴും ചെറുക്കൻ ഗ്ലാസും കൊണ്ട് നടക്കുക. 3-4 ദിവസം കഴിഞ്ഞ് ഗ്ലാസ് കൊണ്ട് നടക്കുമ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് നിൻ്റെ കയ്യിൽ ഗ്ലാസ്? അതങ്ങ് ഇട്ട് ഒരു വേസ്റ്റിനകത്ത് കൊണ്ട്. അപ്പോൾ പറഞ്ഞില്ലയോ ഇവിടെ ഒന്നും ഇടല്ലെന്ന്. ഉടനെ ഞാനെന്ത് പറയും, മോനെ ഞാനിത് പറഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇത് അവിടെയും ഇവിടെയും വലിച്ചെറിയരുത്, ഇത് ഇടേണ്ട സ്ഥാനത്ത് ഇടണമെന്നാ. അപ്പം അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള അവകാശം എനിക്കാ. കാര്യം കൊച്ചിന് ഇത്രേ മനസ്സിലായുള്ളൂ. കൊച്ചി കേട്ടത് എന്താണ്? ഈ ഗ്ലാസ് ഇവിടെങ്ങും അവിടെ ഇവിടെയും കൊണ്ട് ഗ്ലാസ് ഇവിടെങ്ങും ഇട്ടേക്കല്ല്. ഞാൻ പറയുന്നത് ഗ്രഹിക്കുന്നുണ്ടല്ലോ. ഇതുപോലെ ന്യായപ്രമാണം കൊടുത്തപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിലെന്താ ആയിരുന്നു ഉള്ളതെന്ന് പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും വേണ്ടത്ര മനസ്സിലായില്ല. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഞാൻ വന്നത് ന്യായപ്രമാണത്തെ നീക്കാനല്ല, ആ ന്യായപ്രമാണം ഞാൻ തന്നപ്പോൾ ആരാ കൊടുത്തത്? യേശുവാ കൊടുത്തത്. ബിക്കോസ് ഹീ ഈസ് ലോർഡ്, ഹീ ഈസ് ഗോഡ്. അവൻ ദൈവമാണ്. യേശു കൊടുത്ത പ്രമാണമാണ് ന്യായപ്രമാണം. ഞാനത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞു, കൊല ചെയ്യരുത് എന്നുള്ളത് നിങ്ങൾ ആക്ഷരികമായി എടുത്തിരിക്കുകയാണ്. നിയമത്തിനെല്ലാം പ്രശ്നമുണ്ട്, അത് ആക്ഷരികമാണ്. അത് വെച്ചാണ് ആളുകൾ വിധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശാസ്ത്രിമാർ പറഞ്ഞു കൊല ചെയ്യാൻ പാടില്ല, കൊല ചെയ്താൽ നിങ്ങൾ കൊലപാതകനാണ്, അഗ്നി നരകത്തിന് യോഗ്യനാകും, അതവർ പറഞ്ഞു. പക്ഷേ എങ്ങനെയാണ് എനിക്ക് ഒരു കൊലപാതകിയാകാനായിട്ട് കഴിയുന്നത്? കൊലപാതകിയാകണമെങ്കിൽ ഞാൻ ഒരു പിച്ചാത്തി എടുത്തുകൊണ്ട് ഒരു തടിമാടൻ ഒരുത്തനെ കൊല്ലാനായിട്ട് ചെന്ന് പിച്ചാത്തി എടുത്ത് അങ്ങോട്ട് കുത്തുകയും ഇവൻ എൻ്റെ കൈക്ക് തട്ടി എൻ്റെ പെടലിക്ക് ഒരു വെട്ട് നിന്നിട്ട് പോടാ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു. ഞാൻ കൊലപാതകനായോ? ഇല്ല. ആരെങ്കിലും എനിക്ക് വധശിക്ഷ വിധിക്കുമോ ഈ കാര്യം ചെയ്തതുകൊണ്ട്? ഇല്ല. എന്തുകൊണ്ടാണ്? കൊല നടന്നില്ല, ജീവൻ എടുത്തില്ല. ഇനി ഞാൻ കുത്തിയാൽ പോലും കൊലപാതക ശ്രമമെന്നേ വരത്തുള്ളൂ. കൊലപാതകത്തിന് ഞാൻ ശിക്ഷ വിധിക്കത്തില്ല, അല്ലെങ്കിൽ ശിക്ഷ വാങ്ങിക്കത്തില്ല. കാരണം അത് ലെറ്ററായിട്ട് എടുത്തു കഴിഞ്ഞാൽ കൊല നടക്കണം, അല്ലെങ്കിൽ ഞാൻ കൊലപാതകനാകണമെങ്കിൽ ഞാൻ ആരെ കൊല്ലാൻ ഉദ്ദേശിച്ചു അയാൾ മരിക്കണം, ആ പ്രവൃത്തി നടക്കണം. മരിച്ചില്ലെങ്കിൽ ഞാൻ കൊലപാതകനല്ല. അതുകൊണ്ട് എപ്പോഴും എനിക്ക് ആശ്വസിക്കാൻ പറ്റും, ഞാൻ കൊല്ലാൻ ഉദ്ദേശിച്ചു, പക്ഷേ ഞാൻ കൊലപാതകനും ഒന്നുമല്ല എന്നെനിക്ക് ആശ്വസിക്കാൻ പറ്റും. എനിക്ക് ന്യായപ്രമാണപ്രകാരം, അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് പോലും ഞാൻ കൊലപാതക ശ്രമം നടത്തിയാൽ എന്നെ വധശിക്ഷയ്ക്കൊന്നും വിധിക്കണമെന്നില്ല. പക്ഷേ കൊല നടത്തിയാൽ ചിലപ്പം വധശിക്ഷ വരെ എനിക്ക് ലഭിക്കാം. എന്നാൽ യേശു പറഞ്ഞു, മറ്റൊരാളുടെ അല്ലെങ്കിൽ സഹോദരൻ്റെ ജീവൻ എടുക്കുമ്പോൾ മാത്രമാണ് കൊലപാതകമെന്ന് പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾക്ക് ശാസ്ത്രിമാർ വ്യാഖ്യാനിച്ചു തന്നു. അപ്പം ജീവൻ എടുക്കുമ്പോൾ മാത്രമാണ് കൊലപാതകം. പക്ഷെ കർത്താവ് പറഞ്ഞു കൊല ചെയ്യരുതെന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് പൂർവന്മാർ അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ശാസ്ത്രിമാർ പഠിപ്പിച്ച അതാണ്, ഡോണ്ട് കിൽ എനിബഡി. ഇഫ് യു കിൽ യു നീഡ് ടു സ്റ്റാൻഡ് ബിഫോർ ദ ജഡ്ജ്മെന്റ് സീറ്റ്. എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത്, എന്താ പറയുന്നത്? ഇനി ആര് കൊല ചെയ്താലും ഒരു കുഴപ്പമില്ല, കാര്യം ന്യായപ്രമാണം നീങ്ങിപ്പോയി എന്നാണോ? എന്തുവാ സഹോദരങ്ങളെ ഈ ന്യായപ്രമാണം നീങ്ങിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഏതെങ്കിലും നിയമം മാറിയത് നിങ്ങൾക്കൊന്ന് പറയാമോ? എന്ത് നിയമമാണ് മാറിയത്? കർത്താവ് തന്ന 10 കൽപ്പനകളിൽ ഏതെങ്കിലും ഇന്ന് നമുക്ക് വേണ്ടാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കർത്താവ് പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചത് അതിനേക്കാൾ ആഴത്തിലാണ്. എന്താണ്? സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. ശാസ്ത്രിമാർ പറഞ്ഞു കൊല നടന്നാൽ ന്യായവിധിക്ക് യോഗ്യനാകും. പക്ഷേ യേശു പറഞ്ഞു കൊല നടക്കണ്ട, ന്യായവിധിക്ക് യോഗ്യനാകാൻ
സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാൽ ന്യായാധിപ സഭയ്ക്ക് മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ഇതെന്താ ചെയ്യുന്നത്? സീനായിൽ ദൈവം കൊടുത്ത ന്യായപ്രമാണം ദൈവം കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിലെന്തായിരുന്നു എന്നുള്ളത് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ് കർത്താവ്. അപ്പോൾ പഴയ നിയമം അനുസരിക്കാനാണോ പുതിയ നിയമം അനുസരിക്കാനാണോ പ്രയാസം? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. പഴയ നിയമത്തിൽ ഒരാൾ എനിക്ക് കൊലപാതകനാകണമെങ്കിൽ എന്തൊരു പ്രയാസമാണ്. എൻ്റെ കത്തിക്ക് നല്ല മൂർച്ച ഉണ്ടായിരിക്കണം, ഞാൻ കൊല്ലാൻ ചെല്ലുന്നവൻ എന്നെക്കാളും ആരോഗ്യം കുറഞ്ഞവനായിരിക്കണം, അവൻ ചാകണം. എന്ത് പ്രയാസപ്പെട്ടാലാണ് എനിക്കൊരു കൊലപാതകനാകാൻ പറ്റുന്നത്. പക്ഷേ പുതിയ നിയമത്തിൽ വീട്ടിലിരുന്ന് സഹോദരനെ മൂടാന്ന് വിളിച്ചാൽ മതി, അഗ്നി നരകത്തിന് യോഗ്യനാകും. പ്രിയമുള്ളവരെ, ഏതാ ജീവിക്കാൻ പ്രയാസം? പഴയ നിയമമാണോ പുതിയ നിയമമാണോ? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ന്യായപ്രമാണത്തെ നീക്കാനല്ല വന്നത്, ഞാനത് നിവർത്തിപ്പാനാണ്. ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു വാട്ട് വാസ് ഇൻ ദ മൈൻഡ് ഓഫ് ഗാഡ്, വാട്ട് വാസ് ഇൻ മൈ മൈൻഡ് വെൻ ഐ വാസ് ടെല്ലിങ് യു. അവിടെ ഓരോ കാര്യങ്ങളും ഡു നോട്ട് കിൽ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, കൊല ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, എൻ്റെ മനസ്സിൽ ജീവനെടുക്കുന്നത് മാത്രമായിരുന്നില്ല, സാഹോദര്യത്തെ നിഷേധിക്കുന്നത് പോലും കൊലപാതകമായിരുന്നു. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കിയില്ല. ശാസ്ത്രിമാരത് ആ രീതിയിൽ വ്യാഖ്യാനിച്ചു കൊടുത്തില്ല. അതുകൊണ്ട് യേശു വന്ന് ശാസ്ത്രിമാരുടെ പരാജയത്തെ മാറ്റിക്കൊടുക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താണ്? ഞാൻ നിങ്ങളോട് പറയുന്നത്, ഐ വോണ്ട് യു ടു ഹാവ് എ പ്യുവർ ഹാർട്ട്. സഹോദരനെ സ്നേഹിക്കുന്ന, അവനെ വെറുക്കാത്ത, അവനെ നിസാര എന്ന് വിളിക്കാത്ത, അവനെ മൂഢ എന്ന് വിളിക്കാത്ത, മറ്റുള്ളവരെ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠരായിട്ട് എണ്ണുന്ന, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? അപ്പോൾ തിരുവെഴുത്തുകളെ നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിൽ മനസ്സിലാക്കണം. തിരുവെഴുത്തുകളെ ദൈവത്തിൻ്റെ മനസ്സിൽ മനസ്സിലാക്കണം. തിരുവെഴുത്തുകളിൽ ദൈവം നൽകിയ ഓരോ കാര്യങ്ങളും ദൈവം എന്ത് ലക്ഷ്യത്തോടുകൂടെ തന്നു എന്നുള്ളത് നിങ്ങൾ ഗ്രഹിക്കണം. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? അതറിയാൻ വയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും തെറ്റിപ്പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ദുരുപദേശക്കാരൻ വന്നിട്ട് പഴയ നിയമമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ നിയമം മാറിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് വിവരദോഷം കൊണ്ട് പറയുന്നതാണ്. ഒന്നാമത്തെ വിവരദോഷത്തിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വേദപുസ്തകത്തിൽ 2 വാക്കുകൾ, പഴയ നിയമമെന്ന് നമ്മൾ പറയുന്നതിന് 2 വാക്കുകളുണ്ട്. ഒന്ന് ലോ, 2 കവനന്റ്. മാറിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോ അല്ല, കവനന്റ് ആണ്, ഉടമ്പടി. പഴയ ഉടമ്പടി മാറി പുതിയ ഉടമ്പടി വന്നു. പക്ഷെ നമ്മൾ പറയുന്നത് പഴയ നിയമം മാറിയിട്ട് പുതിയ നിയമം വന്നെന്നാണ്. പഴയ നിയമം എന്ന് വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മിക്ക സ്ഥലങ്ങളിലും അത് ഉപയോഗിച്ചിരിക്കുന്നത് ഉടമ്പടി എന്ന അർത്ഥത്തിലാണ്. ലോ എന്നതിന് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ന്യായപ്രമാണം എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ പഴയ നിയമം മാറി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലും വരുന്നത് നീ പഴയ നിയമം ഇല്ലെന്ന്. അതല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതാണ് തിരുവെഴുത്തുകളെ അറിയായികയാൽ നിങ്ങൾ തെറ്റിപ്പോകുമെന്ന് പറയുന്നത്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, അന്ത്യ അത്താഴ സമയത്ത് പറഞ്ഞു, ഇത് എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. എന്താണ് പുതിയ നിയമം? വേദപുസ്തകമല്ല, പുതിയ നിയമത്തിലെ കൽപ്പനകളല്ല, പുതിയ ഉടമ്പടിയാണ്. ആദ്യം അവൻ പെസഹ കഴിച്ചു. പെസഹ എന്തിൻ്റെ എക്സ്പ്രഷനാണ്? പഴയ ഉടമ്പടിയുടെ, പഴയ നിയമത്തിൻ്റെ അല്ല, പഴയ ഉടമ്പടിയുടെ. കാര്യം മിസ്രൈമിലായിരുന്നപ്പോൾ ചോരത്തളി ആചരിച്ച് ദൈവവുമായിട്ട് ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചവരാണ് ഇസ്രായേൽ മക്കൾ. ആ ഉടമ്പടിയുടെ ഓർമ്മയാണ് പെസഹ. യു ഗെറ്റ് മൈ പോയിന്റ്? അപ്പൊ കർത്താവ് പറയാണ്, ഇപ്പോൾ വരെ നിങ്ങൾ പഴയ ഉടമ്പടിയുടെ കീഴിലായിരുന്നു ഞാനും, അതുകൊണ്ട് നമുക്ക് പെസഹ കഴിക്കാം. എന്നാൽ ഇത് അവസാനത്തെ പെസഹയാണ്. ഇനിയിപ്പോൾ പെസഹയില്ല. കാരണം ഉടമ്പടി മാറുകയാണ്. നമ്മൾ
ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ തിരുവത്താഴത്തെക്കുറിച്ച് നമുക്ക് പഠിക്കേണ്ട കാര്യമാണ്. ഇതെല്ലാം ഓരോന്നും വിശദമായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. നമ്മൾ വേദഭാഗം വായിക്കുമ്പോൾ അറിയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. യേശു കർത്താവ് പെസഹയുടെ സമയത്ത് ആദ്യം അപ്പമെടുത്തു, അതിനുശേഷം പാനപാത്രം എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നീട് പറയുകയാണ്, പിന്നെ അവൻ അപ്പം എടുത്തു. ആദ്യം അപ്പം എടുത്തു, വീഞ്ഞു കുടിച്ചു. അതെന്താണ്? പെസഹ. എന്നാൽ പിന്നെ അവൻ അപ്പം എടുത്തു. ഞാൻ സമയമില്ലാത്തത് കൊണ്ടാണ്, നിങ്ങൾ ആ വേദപുസ്തകത്തിൻ്റെ എല്ലാ സുവിശേഷങ്ങളിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നാളെ നോക്കിയിട്ട് വാ. അപ്പോൾ അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അപ്പം ഞാൻ ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ഈ അപ്പം ഏതാണ്? ആദ്യം എന്താണെങ്കിലും എല്ലാവരും അപ്പം കഴിച്ചല്ലോ. ഈ അപ്പം ഏതാണ്? അപ്പോൾ യഹൂദന്മാരുടെ ആ കാലയളവിൽ അവരുടെ വലിയ ഒരു പ്രതീക്ഷയാണ് മശിഹ വരുമെന്നുള്ളത്. അങ്ങനെ മശിഹ വരുമ്പോൾ അവർ പറയുന്നു, ഇന്നിപ്പോൾ ഈ പെസഹയിൽ മശിഹയില്ല, എന്നാൽ അടുത്ത പെസഹ നമ്മൾ കഴിക്കുന്നത് മശിഹയോടുകൂടെ ആയിരിക്കും. അങ്ങനെ അവർ ഒരു അപ്പം മാറ്റിവെക്കുന്ന പതിവ് യേശുവിൻ്റെ കാലത്തെ യഹൂദന്മാർക്കുണ്ട്. അത് പഴയ നിയമത്തിൻ്റെ കൽപ്പനയല്ല, അവരുടെ ഒരു പതിവാണ്. അപ്പോൾ അതുകൊണ്ട് മശിഹയ്ക്ക് വേണ്ടിയുള്ള ഒരപ്പം അവർ മാറ്റിവെക്കുമായിരുന്നു. യേശു കർത്താവ് പെസഹ കഴിച്ചിട്ട് ഈ അപ്പം എടുത്തിട്ട് പറയുകയാണ്, ഇനി മശിഹയ്ക്ക് വേണ്ടി വേറെ അപ്പം മാറ്റിവെക്കേണ്ട കാര്യമില്ല, മശിഹ വന്നു കഴിഞ്ഞു. ആ അപ്പമാണ് യേശു വിഭജിച്ചിട്ട് കൊടുത്തിട്ട് പറയുന്നത്, ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം. അത് പെസഹ അപ്പം അല്ല. കാര്യം പെസഹ കഴിഞ്ഞു. രണ്ടാമത് നുറുക്കി കൊടുക്കുന്നത് മശിഹയ്ക്ക് വേണ്ടി മാറ്റിവെച്ച അപ്പമാണ്. എന്നിട്ട് പറയുകയാണ്, പിന്നെ അവൻ പാനപാത്രം എടുത്തു. അടുത്ത പാനപാത്രം എടുത്തിട്ട് പറയുകയാണ്, ഇത് നിങ്ങളുടെ പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന എൻ്റെ പുതിയ നിയമത്തിൻ്റെ രക്തം. പുതിയ നിയമം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നതും ബൈബിളാണ്. പക്ഷെ അവിടെ പറയുന്നത് പുതിയ നിയമമല്ല, ബ്ലഡ് ഓഫ് മൈ ന്യൂ കവനന്റ്, പുതിയ ഉടമ്പടിയുടെ രക്തം. ഇത്രയും സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ തന്നെ പഴയ നിയമം മാറി പുതിയ നിയമം വന്നു എന്ന് പറയുന്നത് തീർന്നു. കാര്യം വേദപുസ്തകത്തിൽ നിയമം എന്ന് പറയുന്നത് ഉടമ്പടിയെക്കുറിച്ചാണ്, ലോ എന്ന് പറയുന്നത് ന്യായപ്രമാണമാണ്. ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ? ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഇനിയും പഴയ നിയമം പോയി പുതിയ നിയമം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, അത് നിങ്ങളെ വഞ്ചിക്കുകയാണ്. പഴയ നിയമം പോയിട്ടില്ല. പഴയ നിയമം എന്ന് പറയുന്ന ന്യായപ്രമാണമല്ല പോയത്, പഴയ ഉടമ്പടിയാണ് പോയത്. എന്നാൽ സീനായിലെ ഉടമ്പടിയിൽ ആ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട ചില സെറിമോണിയൽ റിച്വൽസ് ഉണ്ട്. അതായത് ഈ ഉടമ്പടി ഒരുത്തൻ തെറ്റിച്ചാൽ എന്ത് ചെയ്യണം? അതിനാണ് യാഗങ്ങൾ. അപ്പോൾ ഉടമ്പടി തെറ്റിക്കുന്നവന് മടങ്ങി വരാൻ പഴയ ഉടമ്പടിയിൽ യാഗങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. എന്നാൽ പഴയ ഉടമ്പടി മാറിയ സ്ഥിതിക്ക് ഉടമ്പടി തെറ്റിച്ചാൽ നമ്മൾ നിർവഹിക്കേണ്ടതായ യാഗങ്ങൾക്ക് പ്രസക്തിയില്ലാതായി. അല്ലെ പിന്നെ നമ്മൾ ഇപ്പോൾ ആട്ടുംകുട്ടിയും കൊണ്ട് വരണമായിരുന്നു. നമ്മൾ എന്തുകൊണ്ട് ആട്ടുംകുട്ടിയെ കൊണ്ടുവരാത്തത്? ന്യായപ്രമാണം മാറിയിട്ടല്ല, പ്രത്യുത ഉടമ്പടി മാറിയത് കൊണ്ടാണ്. ഗ്രഹിക്കുന്നുള്ള ഞാൻ പറയുന്നത്? ഉടമ്പടി മാറിയത് കൊണ്ടാണ് ഇനി ഇപ്പോൾ യാഗങ്ങൾക്ക് പ്രസക്തിയില്ലാത്തത്, അല്ലാതെ ന്യായപ്രമാണം മാറിയത് കൊണ്ടല്ല. കിട്ടുന്നുള്ളതല്ലേ? ഓക്കെ. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ നിങ്ങൾ ചോദിച്ചോ, ഒരു കുഴപ്പമില്ല. സംശയങ്ങൾ കൊണ്ട് തിരിച്ചു പോകരുത്. എനിക്കറിയാം സംശയം ഉണ്ടാകും. കാര്യം വന്ന് കേൾക്കുന്ന മുഴുവൻ പ്രസംഗം ഇതൊക്കെയല്ലേ. TV തുറന്നാലും ഇത് കേൾക്കും, എവിടെ തുറന്നാലും ഇതൊക്കെയാണ് കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വഞ്ചിക്കപ്പെട്ടു പോകരുത്. നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക കൊണ്ട് തെറ്റിപ്പോകുന്നു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇനി ഞാൻ പറയട്ടെ, നാളെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാം. പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ കൽപ്പനയില്ലെന്ന് പറയുന്ന ആളുകളുണ്ട്. കൽപ്പനയൊക്കെ പഴയ നിയമത്തിലായിരുന്നു, പുതിയ നിയമത്തിൽ കൽപ്പനയൊന്നും ഇല്ല എന്ന്. പുതിയ നിയമത്തിലെ കൽപ്പനയാണ് കുറച്ചുകൂടെ കട്ടി. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാര്യം അത് ജീവനിലേക്കുള്ള വഴിയാണ്.
മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 7-ാം അധ്യായത്തിൻ്റെ അവസാനം വരെയും കൽപ്പനകൾ 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 കൽപ്പനകൾ. എല്ലായിടത്തും കൽപ്പനകളുണ്ട്. ചിലർ പറയുന്നത് സീനായിൽ വെച്ചാണ് ആദ്യം കൽപ്പന ഉണ്ടായതെന്ന്. അതാണ് മറ്റൊരു ദുരുപദേശം. സീനായിൽ വെച്ചല്ല പ്രിയമുള്ളവരെ കൽപ്പന ഉണ്ടാകുന്നത്. ഏദൻ തോട്ടത്തിൽ കൽപ്പനയില്ലായിരുന്നോ? പറ. ഉണ്ടായിരുന്നു. ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് പറയുന്നത് കൽപ്പനയാണ്. കൽപ്പന എന്ന് പറയുന്നത് മോശ കൊണ്ടുവന്നതല്ല. കൽപ്പന എല്ലാ കാലയളവിലും ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്ന ജനങ്ങൾക്ക് കൊടുത്തിരുന്നതാണ് കൽപ്പന. അത് ഇന്നുമുണ്ട്. യു ഗെറ്റ് മീ? ഏദൻ തോട്ടത്തിൽ തൊട്ട് കൽപ്പനയുണ്ട്. അപ്പോൾ അവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ വിശദമാക്കാം. ന്യായപ്രമാണം വന്നതുകൊണ്ടാണ് പാപം ഉണ്ടായത്. ന്യായപ്രമാണം ഇല്ലായിരുന്നെങ്കിൽ പാപം ഇല്ലായിരുന്നു. പൗലോസ് പറയുന്നത് ന്യായപ്രമാണത്തിലല്ലായിരുന്നെങ്കിൽ ഞാൻ പാപത്തെ. ഈ വാക്യങ്ങളൊക്കെ അവിടെ ഇവിടെയും കിടക്കുന്ന വാക്യങ്ങളുടെ തൊട്ടുവച്ച് ആണ് ഓരോരുത്തർ പറയുന്നത്. അതൊക്കെ പറയുന്നതിന് അർത്ഥം വേറെയുണ്ട്. ന്യായപ്രമാണം വന്നപ്പോഴാണോ പാപം ഉള്ളത്? അങ്ങനെയാണല്ലോ ഇവർ പറയുന്നത്. സീനായിൽ വെച്ചാണ് ആദ്യമായിട്ട് കൽപ്പന വന്നതുകൊണ്ടാണ് എന്തുള്ളത്? പാപമുള്ളത്. സീനായിക്ക് മുമ്പ് പാപമില്ലായിരുന്നെന്ന്. യഹോവ കായീനോട് സംസാരിക്കുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ പറയുന്നത്? കയീനോട് പറയാണ്, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു. അത് സീനായിക്ക് ശേഷമാണോ അതിനു മുമ്പാണോ? ഇവിടെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തായ ആ കാലയളവിൽ തന്നെ കയീനോട് കർത്താവ് പറയാണ്, നീ നല്ലവനാകുന്നില്ലെങ്കിൽ, നന്മ ചെയ്യുന്നുവെങ്കിൽ നിന്നിൽ പ്രസാദമുണ്ടാകയില്ലയോ? അല്ലെങ്കിൽ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു. പിന്നെ എങ്ങനെ പറയാൻ പറ്റുന്നത് സീനായിൽ കൽപ്പന കൊടുത്തതിന് ശേഷമാണ് പാപം ഉണ്ടാകുന്നതെന്ന്? കാര്യം കൽപ്പന തന്നെ എന്നുതൊട്ടേ ഉണ്ട്. ഏദൻ തോട്ടം മുതൽ കൽപ്പനയുണ്ട്. ഈ കൽപ്പന വെളിപ്പാട് പുസ്തകം വരെ ഉണ്ട്. വെളിപ്പാട് പുസ്തകം വരെയും കൽപ്പനയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ അനുസരിക്കുകയും വേണം. അതുകൊണ്ട് ദയവായി ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികയാൽ തെറ്റിപ്പോകുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ മടങ്ങിപ്പോകുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം സമർപ്പിക്കാം. കർത്താവിനോട് പറയാം. നമ്മൾ ഏറ്റുപറയേണ്ട കാര്യമാണ്. കർത്താവെ, പലപ്പോഴും എൻ്റെ ഇഗ്നറൻസിൽ ഞാൻ ദുരുപദേശങ്ങളൊക്കെ കേട്ടിട്ട് അത് സത്യമാണെന്ന് തെറ്റിദ്ധരിച്ചു പോയി. എന്നോട് ക്ഷമിക്കണമേ. നിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിക്കണമേ. എനിക്കൊരു രൂപാന്തരം തരണമേ. പാമ്പിൻ്റെ രൂപാന്തരമല്ല, കഴുകൻ്റെ രൂപാന്തരമല്ല. എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കണമേ. മണ്ണ് തിന്ന് നടന്ന എന്നെ ഇനി തേനുണ്ണാൻ പഠിപ്പിക്കണമേ. നിൻ്റെ വചനം, തേനിനേക്കാൾ മധുരമേറിയ നിൻ്റെ വചനത്തിൽ ജീവിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഇനിയും ഭൗതിക മോഹങ്ങൾ എന്നിൽ കുത്തിവെക്കാൻ ദുരുപദേശക്കാരും പ്രവാചകന്മാരും വരുമ്പോൾ അവരോട് എതിർത്ത് നിൽക്കാൻ എന്നെ സഹായിക്കണമേ. ലൗകിക മോഹങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഉയരത്തിലുള്ളത് ചിന്തിക്കുവാൻ എന്നെ നീ സഹായിക്കണമേ. കണ്ണുകളടയ്ക്കാം. എത്ര പേര് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിത്യതയുള്ള ദർശനത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ കരങ്ങളെ ഉയർത്തി കർത്താവിനോട് പറ, കർത്താവേ, നിത്യതയുള്ള ദർശനത്തിൽ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. കർത്താവേ, തിരുവെഴുത്തുകളെ അറിയായികയാൽ തെറ്റിപ്പോകുന്ന ഒരു തലമുറയിൽ നിൻ്റെ വചനത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം കൊണ്ടെന്നെ നിറയ്ക്കണമേ. ദൈവ സാന്നിധ്യം കൊണ്ടെന്നെ നിറയ്ക്കണമേ. ദൈവകൃപ കൊണ്ടെന്നെ നിറയ്ക്കണമേ. ഒരു മാനസാന്തരവും രൂപാന്തരീകരണവും എൻ്റെ ജീവിതത്തിൽ നിരന്തരം നൽകണമേ. ഒരു ദിവസത്തേക്കല്ല കർത്താവേ, നിരന്തരമായി നിൻ്റെ വചനം എന്നെ പണിയുന്നത് കാണുവാൻ തക്കോണം നീ എന്നെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.